അച്ഛാ ഗുഡ് ഈവനിങ് അച്ഛാ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഗുഡ് ഈവനിങ്. തുടങ്ങിക്കോ ജൂലിയ സാർ. സോ ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ 7ാമത്തെ സെഷനാണ് ആരംഭിക്കുന്നത്. ഇന്ന് നമ്മളോട് നമ്മുടെ ഈ ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് 13, 14 അംഗങ്ങളാണ്. അവരെയും ഈ ഒരു സെഷനിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സോ അതിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് MC ഉണ്ട്. MC സുനിത മാഡം വെൽക്കം ചെയ്യുന്നു. താങ്ക് യു സാർ. ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം. പ്രിയ ബഹുമാനപ്പെട്ട ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവേ, പ്രിയ വൈദികരെ, സിസ്റ്റേഴ്സ്, നല്ല വാക്കുകൾ വെളിച്ചമാണ്. അവ മനുഷ്യ മനസ്സുകളെ ഉണർത്തുകയും സമൂഹത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. വാക്കുകൾക്ക് മൂർച്ച കൂട്ടാനും സഭ സാമൂഹിക നേതൃത്വങ്ങളായി വളരാനും ഒത്തുകൂടിയിരിക്കുന്ന ഏവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. KRLC-BCയുടെ വലിയൊരു ദർശനമാണ് സഭയ്ക്കും സമൂഹത്തിനും ആശയവിനിമയ ശേഷിയുള്ള നേതാക്കളെ വാർത്തെടുക്കുക എന്നത്. ഒരു നല്ല പ്രസംഗകൻ ജന്മന ഉണ്ടാകുന്നതല്ല. പരിശീലനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് ഒരാൾ വളരുന്നത്. ഇന്ന് ഈ ഒരു ഗ്രൂപ്പ് വെറും പ്രസംഗം പഠിക്കാനുള്ള ഇടമല്ല, മറിച്ച് ആത്മവിശ്വാസം വളർത്താനും സഭ സാമൂഹിക നേതൃത്വ നിരയിലേക്ക് വളർന്നു വരുവാനുമുള്ള ഒരു വേദിയാണ്. വലിയ വാക്കുകൾ പറയുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ് ഒരു പ്രസംഗം. ഈ ഒരു ഗ്രൂപ്പിൽ നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. ചെറിയ വാക്കുകൾ പോലും സ്നേഹത്തോടെ പറയുമ്പോൾ വലിയ സ്വാധീനം ചെലുത്തുന്നു. ഇപ്പോൾ ഈ ഒരു മഹാസംഗമം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി ശ്രീമതി ക്രിസ്റ്റീനയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പരിശുദ്ധാത്മാവേ നീടുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, കീഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീടുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. താങ്ക് യു ക്രിസ്റ്റീന മാം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി ശ്രീമതി മോളിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. KRLC-BCയുടെ പ്രസംഗ പരിശീലന ക്ലാസ്സിനെ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിവിധ ഇടങ്ങളിലായിരുന്ന ഞങ്ങളെല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയ അങ്ങയുടെ സ്നേഹത്തിനും കാരുണ്യത്തിനും ഒത്തിരി നന്ദി. ഇന്നത്തെ ക്ലാസ് നയിക്കുന്ന ഗ്രിഗറി അച്ഛനെയും ഇതിന്റെ ആനിമേറ്റേഴ്സിനെയും അംഗങ്ങളായ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ പ്രസംഗ പരിശീലന പരിപാടിയിലൂടെ ഞങ്ങൾ എല്ലാവരും നല്ലൊരു പ്രാസംഗികരാൻ തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പെന്തക്കോസ്ത ദിനം സമാഗതമായിരിക്കുന്ന ഈ അവസരത്തിൽ അവിടുന്ന് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മനായ സഹായകനയച്ച് ശക്തിപ്പെടുത്തിയതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ പരിശുദ്ധാത്മാനം നിറയ്ക്കണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, ബോധജ്ഞാനത്തിന് സിംഹാസനമായ പരിശുദ്ധ അമ്മ,
ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും ഓക്കെ, താങ്ക് യു മോളി മാം. ഒരു നല്ല തുടക്കമാണ് ഏതൊരു പരിപാടിയുടെയും വിജയം. ഔപചാരികമായ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നത് നമ്മുടെ കടമയാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കൊല്ലം രൂപത അംഗവും ഒരു ടീച്ചറും അതോടൊപ്പം 6 അസൈൻമെന്റുകളും പൂർത്തിയാക്കിയ റിജ ടീച്ചറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഏവർക്കും വിനീതമായ കൂപ്പുകൈ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ്. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് കൊച്ചി മുണ്ടംവേലി സ്വദേശിയും കൊച്ചി രൂപതയുടെ 36ാമത്തെ ബിഷപ്പുമായ സ്നേഹ ബഹുമാനപ്പെട്ട ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിനെയാണ്. പിതാവിനെ ഏറെ സ്നേഹ ബഹുമാന ആദരവോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് KRLC BCയുടെ എഡ്യൂക്കേഷൻ കമ്മീഷൻ ജനറൽ സെക്രട്ടറിയായ ഫാദർ അഭിലാഷ് ഗ്രിഗറി അച്ഛനെയാണ്. അച്ഛനെ സ്നേഹ ബഹുമാനത്തോടെ ഏറെ ആദരവോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ആശംസിക്കുന്നത് ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയുടെ ഡീനായ ഫാദർ ഗ്രിഗറി RB അച്ഛനെയാണ്. ഫാദറിനെയും സ്നേഹാദരങ്ങളോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KRLC BC എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്രട്ടറിയായ ശ്രീമാൻ ജെയ്സൺ ആദിപ്പള്ളി സാറിനെ ഏറെ ആദരവോടെ ഈ ഒത്തുചേരലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ പ്രോഗ്രാമിന്റെ നട്ടെല്ലും സ്വന്തം സമുദായത്തെ കൈപിടിച്ചുയർത്തുവാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുവാൻ സ്ഥിരോത്സാഹത്തോടെ പ്രയത്നിക്കുന്ന കർമ്മനിരതനും ഊർജ്ജസ്വലനും നിസ്വാർത്ഥമതിയുമായ ശ്രീമാൻ ജൂലിയൻ സാറിനാണ്. സാറിനെയും ഈ ഒരുമയുടെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ആശംസിക്കേണ്ടത് ഗ്രൂപ്പ് നമ്പർ 11 മുതൽ 15 വരെ ചീഫ് ആനിമേറ്ററായ വിശ്വനാഥൻ സാറിനാണ്. സാറിനെയും ഈ ഗ്രൂപ്പിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് സസന്തോഷം സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് 14ാം ഗ്രൂപ്പിലെ നയിക്കുന്ന കർമ്മനിരതനായ ഒരു പോരാളിയെ പോലെ ഞങ്ങളെ ഗ്രൂപ്പ് അംഗങ്ങളെ നിരന്തരം പിന്തുടർന്ന് സ്നേഹത്തോടെ നിർദ്ദേശങ്ങൾ തരുന്ന ഒരു നല്ല നേതാവിനെ പോലെ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ റാണിയായ ശ്രീമതി സുനിത മേഡത്തിനാണ്. സുനിത മേഡത്തിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനായി അക്ഷീണം പ്രയത്നിക്കുന്ന മറ്റ് കോർഡിനേറ്റേഴ്സ്, ആനിമേറ്റേഴ്സ്, വൈദികർ, സിസ്റ്റേഴ്സ് എന്നിവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അവസാനമായി ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന എല്ലാ പ്രസംഗ കലാ പഠിതാക്കളെയും ഹൃദയപൂർവ്വം സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. നന്ദി. ഹൃദ്യമായ സ്വാഗതം ആശംസിച്ച റിജ ടീച്ചറിന് നന്ദി. ദൈവശാസ്ത്ര ദാർശനിക ചിന്തകളിലൂടെയും മികച്ച അധ്യാപന ശൈലിയിലൂടെയും പ്രസംഗ കലയെയും ലീഡർഷിപ്പിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഗ്രിഗറി അച്ഛന്റെ സാന്നിധ്യം നമുക്ക് പ്രചോദനകരമാണ്. പ്രസംഗം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി അറിവിന്റെയും ആത്മീയതയുടെയും വലിയൊരു കേന്ദ്രമായ ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയുടെ ബഹുമാനപ്പെട്ട ഗ്രിഗറി RB അച്ഛനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഫാദർ.
ഓക്കെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മുടെ 7ാമത്തെ സെഷനാണ്. നമുക്കിനി ഒരു സെഷനിലൂടെയുള്ള അടുത്ത ആഴ്ചയോടുകൂടി നമ്മുടെ ഈ പഠനക്കളരി അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച, ഈ ആഴ്ച കൂടുതലും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അടുത്ത ആഴ്ച നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. പിന്നെ നമ്മൾ പ്രസംഗത്തിൽ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഒരുങ്ങുമ്പോൾ നമ്മൾ പ്രസംഗം ഒരുങ്ങേണ്ടവരാണെന്നുള്ള കാര്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു പ്രസംഗം എങ്ങനെ ഒരുങ്ങണം, അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചുള്ള ഒരു പൊതുവായ ഒരു അവലോകനമാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രസംഗം പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അതിനുവേണ്ടിയുള്ള ഒരു വർക്കിംഗ് ഹാബിറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങളുടെ മുറിയിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വീടുകളിലായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ടേബിളും പുസ്തക ശേഖരണമൊക്കെ ഉണ്ടാകണം. ഇപ്പൊ എല്ലാവരും ഹാൻഡിൽ മാത്രം വെച്ച് പ്രവർത്തിച്ചാൽ പോരാ. നമ്മള് ഇന്റർനെറ്റിൽ നമ്മൾ തപ്പുകയാണെങ്കിൽ നമുക്ക് ആശയങ്ങൾ കിട്ടും, അതൊക്കെ മാറിപ്പോകും. പിന്നെ അടുത്ത് ആ സാധനം അവിടെ വീണ്ടും കിട്ടണമെന്ന് നിർബന്ധമല്ല. പക്ഷെ സ്വന്തമായിട്ട് നമുക്ക് ഒരു ശേഖരണം ഉണ്ടാകണം, അത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ അതില് ഒരു പക്ഷേ കഥകളുടെ സമാഹരണമായിരിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർനെറ്റ് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഒരു നെറ്റിലൊന്നും ഒരു വിഷയം എടുത്ത് പ്രസംഗിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ അത് നമുക്ക് നമ്മുടേതായിട്ട് അവതരിപ്പിക്കാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. എനിക്ക് സ്വന്തമായിട്ട് പറയാൻ പറ്റത്തില്ല, പറയാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാം. പക്ഷെ അത് എൻ്റേതായിട്ട് മാറണമെങ്കിൽ ഞാൻ പ്രയത്നിച്ചുണ്ടാക്കുന്ന മാറ്റർ ആയിരിക്കണം. അപ്പൊ ഞാൻ പ്രയത്നിച്ചുണ്ടാക്കുന്ന മാറ്റർ ആകണമെങ്കിൽ നമുക്ക് ആദ്യം മുതലേ, ഇപ്പൊ നമ്മൾ ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക, നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നോട്ട്ബുക്കോ ഫയലിംഗ് സിസ്റ്റം ഉണ്ടാകണം. അപ്പൊ ആ ഫയലിൽ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ കുറെ കളക്ഷൻസ് ഓഫ് സ്റ്റോറീസ്, നിങ്ങൾ എവിടെ നിങ്ങൾ കേൾക്കുന്ന കഥകൾ, നിങ്ങൾ വായിച്ച് നിങ്ങളെ ആകർഷിച്ച കഥകൾ, അപ്പൊ ആ കഥകൾ കേട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങളുടേതായി മാറി. മറിച്ച് നമ്മൾ ഇന്റർനെറ്റ് എടുക്കുമ്പോൾ അതങ്ങ് മാറി. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ കേട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം സ്റ്റോറികളായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെ കളക്ട് ചെയ്യപ്പെടുന്ന ഒരു ശേഖരണം, കഥകളായിക്കൊള്ളട്ടെ, കൊട്ടേഷൻസ് ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ ഹാസ്യ സമാഹരണങ്ങളായിക്കൊള്ളട്ടെ, അതുമല്ലെങ്കിൽ ചില ആപ്തവാക്യങ്ങളായിക്കൊള്ളട്ടെ, അതുമല്ലെങ്കിൽ നമ്മുടെ തന്നെ നാടൻ പഴഞ്ചൊല്ലുകളായിക്കൊള്ളട്ടെ. വളരെ മനോഹരമായ പഴഞ്ചൊല്ലുകളൊക്കെ നമുക്ക് പ്രസംഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കളക്ഷൻസ്, മാക്സിമം കളക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് വിഷയാധിഷ്ഠിതമായിട്ട് ക്രമീകരിക്കുന്ന നന്നായിരിക്കും. അപ്പൊ നമുക്ക് ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്റ്റോറി, അതല്ലെങ്കിൽ ഒരു ഉദ്ധരണി, അതല്ലെങ്കിൽ ഒരു കവിത, ഒരു കാവ്യത്തിന്റെ ഒരു 2 വരി കവിതകൾ, അത് ആ വിഷയത്തിന് താഴെ നോട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ പ്രസംഗം പറയേണ്ടി വരുന്നത് അപ്പോഴൊന്ന് നോക്കി നമുക്ക് ഒരുങ്ങാൻ പറ്റും. അപ്പൊ ഒരുങ്ങാൻ ആവശ്യമായ ഒരു ശേഖരണം നമുക്കുണ്ടാകണം. അതാണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ഒരു സ്റ്റഡി ഹാബിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. അപ്പൊ നമ്മുടെ വീടുകളിൽ നമുക്ക് നമ്മുടേതായ ഒരു ഡെസ്കോ ഒരു ടേബിളോ ഒക്കെ കാണുമല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള ഒരു ശേഖരം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം വിഷയത്തെ നമുക്ക് ക്രമപ്പെടുത്തി അവതരിപ്പിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കുക എന്നുള്ളത് അത്യന്താവശ്യമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്തുമാത്രം ഓരോ പ്രാവശ്യവും കഴിയും തോറും ആഡപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. അപ്പൊ അത് കാലോചിതമായിട്ട് നമുക്ക് അതിനെ നവീകരിച്ച് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആദ്യം നിങ്ങൾക്കൊരു വർക്കിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. രണ്ടാമത് നമുക്ക് പ്രസംഗം പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്, ഒരു വിഷയം തന്നിരിക്കുകയാണ്. അപ്പൊ അടുത്ത് ചെയ്യേണ്ടത് എവിടെയാണ് പ്രസംഗിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഓഡിയൻസിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആരോട് പ്രസംഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഓഡിയൻസിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, ഓഡിയൻസിന്റെ പ്രായപരിധി എന്താണ്. കാരണം കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കുകയില്ല യുവതീവാക്കൾ മനസ്സിലാക്കുന്നത്, യുവതീവാക്കൾ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കുകയില്ല മധ്യവയസ്കരായ ആളുകൾ മനസ്സിലാക്കുന്നത്, പ്രായമുള്ളവരെ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കത്തില്ല കുട്ടികൾ. അങ്ങനെ ഓരോ പ്രായക്കാർക്കും അവരുടേതായ മനസ്സിലാക്കുന്ന രീതികളും സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്, അവിടെ പ്രായപരിധി ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു ജനറലാണെങ്കിൽ അത് മനസ്സിലാക്കുക, എല്ലാവർക്കും വേണ്ടിയാണെങ്കിൽ അത് മനസ്സിലാക്കുക. അതിന് പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ യുവതീവാക്കളാണെങ്കിൽ അതിന് പ്രത്യേകമായ രീതിയിലുള്ള ഒരുക്കം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആരോടാണ് പ്രസംഗിക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തത വേണമെന്ന് പറയുന്നത്. അതോടൊപ്പം അവരുടെ പ്രായത്തോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയേണ്ടത് അവരുടെ വിദ്യാഭ്യാസപരമായ ഒരു സാഹചര്യമാണ്. വിദ്യാഭ്യാസപരമായ സാഹചര്യം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയുന്ന ഗഹനമായ ആശയങ്ങളെ ഉൾക്കൊള്ളുവാൻ അവർ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പൊ അതുകൊണ്ട് എന്താണ് അവരുടെ എന്ന് പറഞ്ഞാൽ അവരെ സർവേ നടത്തി കണ്ടുപിടിക്കണം എന്നല്ല പറയുന്നത്, ഒരു ഏകദേശ രൂപം. അപ്പൊ ഒരു ഇടവകയിൽ ചെല്ലുമ്പോൾ അവിടെ കർഷകരാണ് കൂടുതൽ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആ ഒരു കാർഷിക അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഒരു നാഗരികമായ പശ്ചാത്തലത്തിലാണെങ്കിൽ വൈവിധ്യമാർന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള
വിദ്യാഭ്യാസപരമായ തൊഴിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ള തൊഴിലായിക്കൊള്ളട്ടെ, എന്തൊക്കെയാണ് ഒരു ജനറൽ പിക്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഏകദേശ ധാരണയിൽ നമുക്ക് കാര്യങ്ങൾ പ്രസംഗിക്കാൻ പറ്റും. അപ്പൊ ആദ്യം ആളുകളുടെ പ്രായപരിധി നോക്കുക, രണ്ടാമത് അവരുടെ വിദ്യാഭ്യാസ അവസ്ഥ നോക്കുക, മൂന്നാമത് അവരുടെ സാംസ്കാരികമായ പശ്ചാത്തലം കൂടെ അറിയുന്നത് നല്ലതായിരിക്കും. കാരണം ചില സ്ഥലങ്ങളിൽ നല്ല സംസ്കാരമുള്ള ഒരു സംസ്കാരത്തിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, അവരുടെ വസ്ത്രധാരണം, ഭാഷ, ഇവയാണ് പ്രധാനമായിട്ടും ഈ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ ആ സംസ്കാരം എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ചില ഭാഷകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് പറയാൻ പറ്റും. ചില ഇടത്ത് ചില തറ ഭാഷ സംസാരിക്കണമെന്ന് പറയും. ചില സ്ഥലങ്ങളിൽ ആ തറ ഭാഷ അത്രയും സ്വീകാര്യമായിട്ട് മാറത്തില്ല, അത് തീരെ തറയായിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് എവിടെയാണോ നമ്മൾ പോകുന്നത് അവരുടേതായ സാംസ്കാരികമായ പശ്ചാത്തലം പറഞ്ഞാൽ സാംസ്കാരികമായ രീതിയിൽ നമുക്ക് പുരോഗമനമായ രീതിയിൽ നല്ല വാക്കുകളും ആശയങ്ങളും ഒക്കെ ക്രമപ്പെടുത്തി ഒരുങ്ങി പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അവരുടെ സാംസ്കാരികമായ പശ്ചാത്തലം മനസ്സിലാക്കുക. മതപരമായ പശ്ചാത്തലം സ്വാഭാവികമായിട്ട് വൈവിധ്യമാർന്ന മതങ്ങളുള്ള ആളുകളാണെങ്കിൽ അത് ഒരു പ്രത്യേകമായ രീതിയിൽ എല്ലാവരും കൂടെ തിങ്ങി നിറഞ്ഞേൽക്കുന്ന ഒരു ഓഡിയൻസ് ആണെങ്കിൽ നമ്മൾ ക്രിസ്തുപരമായിട്ട് ബന്ധപ്പെട്ട് മാത്രം പറയാതെ എല്ലാ മതങ്ങളെയും സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു സാമൂഹികമായ പൊതുധാരയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ നോക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിനെ ആശയങ്ങളെ ക്രമപ്പെടുത്തുവാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് എനിക്ക് കളക്ഷൻസ് കുറെ ഉണ്ട്, ആശയ കളക്ഷൻസ് ഉണ്ട്, കഥകളുടെ കളക്ഷൻസ് ഉണ്ട്, ഉദ്ധരണികളുടെ കളക്ഷൻസ് ഉണ്ട്, കാവ്യങ്ങളുടെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ സാന്ദർഭികമായിട്ട് കോർത്തിണക്കി പറയണമെങ്കിൽ ആരോടാണ് ഞാൻ പ്രസംഗിക്കുന്നുള്ള കാര്യം നമുക്ക് അറിയണം. അപ്പൊ അതാണ് നമ്മുടെ ഈ ആളുകളെ ഓഡിയൻസിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ എന്തിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഇവരോട് എന്തിനു പ്രസംഗിക്കാൻ വേണ്ടിയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, ആ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കിയിട്ട് അപ്പൊ ഹു ആർ ദേ, വൈ ആർ ദേ ഹിയർ, അവരെന്തുകൊണ്ടാണ് ഇവിടെ, എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഒരു പക്ഷെ ഒരു ഇടവകയില് സമാധാനത്തിന് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനും മാനസാന്തരത്തിലേക്ക് വേണ്ടിയുള്ള അവസ്ഥയായിരിക്കും. അതല്ലെങ്കിൽ ഒരു ആരോഗ്യപരമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ മദ്യത്തിനെതിരായിട്ടുള്ള ഒരു പരിപാടിയായിരിക്കാം, അതല്ലെങ്കിൽ വേറെ അവിടുത്തെ ഒരു റോഡ് വികസിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അങ്ങനെ പല സാഹചര്യങ്ങൾ നമുക്ക് പ്രസംഗിക്കേണ്ടി വരും. അപ്പൊ ഈ സാഹചര്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സാഹചര്യങ്ങളെ എങ്ങനെയാണ് ഞാൻ കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു ബാധ്യത നമ്മൾ സ്വയമേ ആർജിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അതിന്റെ ആവശ്യകത എന്താണ്, ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ പറയേണ്ട ആവശ്യകത, അപ്പൊ എന്താണ് ആ ഒരു കോണ്ടസ്റ്റിന്റെ സാഹചര്യം എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവരുടെ മാനസികമായ അവസ്ഥകൾ. ചില സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഈ മരണ വീടാണെങ്കിലും മരണവുമായിട്ട് ബന്ധപ്പെട്ട അവസരമാണെങ്കിലും സ്വാഭാവികമായിട്ടും ഒരു ശോകമുഖമായ അന്തരീക്ഷമായിരിക്കും. ആ സമയം പ്രോത്സാഹനമായിട്ട് ബന്ധപ്പെട്ട് വിജയത്തിന് അംഗീകാരം കൊടുക്കുന്നതാണെങ്കിൽ അല്പം കൂടെ ഉത്സാഹമാർന്ന ഒരു അന്തരീക്ഷമായിരിക്കാം. അതുമല്ലെങ്കിൽ ഒരു അസ്വസ്ഥത നിറഞ്ഞു നിൽക്കുന്ന ഒരു എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് ഒരു കൺഫ്യൂഷനോ കോൺട്രഡിക്ഷനായിട്ട് നിൽക്കുന്ന ചില ഇടവേള, അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. രണ്ട് ഗ്രൂപ്പായിട്ട് മാറിക്കൊണ്ട് അവർ പരസ്പര സംഘർഷത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ ആ ഒരു അവസരത്തിൽ നമ്മൾ ആ ഒരു അവസ്ഥ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയണം. അപ്പൊ ഓരോ അവസ്ഥ എന്താണോ അവരുടെ മാനസികമായ അവസ്ഥ, സംഘർഷാവസ്ഥയാണോ, ശോകാവസ്ഥയാണോ, അതല്ലെങ്കിൽ സന്തോഷത്തിന്റെ അവസ്ഥയാണോ, ഉത്സാഹത്തിന്റെ അവസ്ഥയാണോ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നമുക്ക് പറയാൻ തക്ക രീതിയിൽ ഓഡിയൻസിനെ അടുത്തറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഓഡിയൻസിന് എന്തുമാത്രം അടുത്ത് നമുക്ക് അറിയാമോ അതനുസരിച്ചാണ് നമ്മുടെ പ്രസംഗം വിജയപ്രദമായിട്ട് മാറാൻ പോകുന്നത്. അപ്പൊ ഒരു പ്രസംഗത്തിന് ഇതൊക്കെ അറിയണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അത്രയും വർക്ക് ചെയ്താലേ അതിന്റെ ഫലം ഉണ്ടാകുകയുള്ളൂ. അപ്പൊ അത്രയും എഫക്റ്റീവായിട്ട് പ്രസംഗം മാറണമെങ്കിൽ, ആളുകൾക്ക് സ്വീകാര്യമായിട്ട് മാറണമെങ്കിൽ എന്തുമാത്രം എഫേർട്ട് അതിന്റെ പിന്നിലുണ്ടോ അതനുസരിച്ചാണ്. അപ്പൊ എഫേർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ചെയ്യുക. അപ്പൊ ചില സമയത്ത് സഹാനുഭൂതി ഉണ്ടാകുന്ന രീതിയിലുള്ളതായിരിക്കാം. അപ്പൊ സഹാനുഭൂതി ഉണ്ടാകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്താണോ ആ സാഹചര്യം, കോണ്ടസ്റ്റ് എന്താണ്, അവരുടെ മാനസികാവസ്ഥ എന്താണ്, അവരുടെ ജീവിത സാഹചര്യം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രസംഗത്തിന് പോവുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാൻ പറ്റും, അതനുസരിച്ച് ചെയ്യാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സർവേ എന്ന രീതിയിൽ നേരത്തെ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി പരിശ്രമിക്കും. അങ്ങനെ അന്വേഷണം നടത്തിയിട്ട് സ്വാഭാവികമായിട്ടും അതനുസരിച്ച് പ്രസംഗിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ചില സമയത്തൊക്കെ ചില പ്രദേശത്തിന്റെ മാതാപിതാക്കൾ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പ്രസംഗിക്കാൻ പറയാറുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ചെന്നിട്ട് ചെയ്യുന്നത് അവിടെയുള്ള ആളുകളുടെ അടുത്തൊക്കെ ചോദിക്കും, എന്താണ് സഹോദരങ്ങളുടെ സഹോദരികൾ ഉണ്ടാകുന്ന പ്രത്യേകത, നന്മകൾ എന്താണ്, അതൊക്കെ നേരത്തെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒക്കെ പ്രസംഗിക്കുമ്പോൾ പിന്നെ കേട്ടിരിക്കുന്നവർ അയ്യോ അച്ഛനെ എല്ലാം അറിയാമല്ലോ എന്ന രീതിയിൽ പറയും. നമ്മൾ അപ്പോഴും പോയി പഠിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു ത്വര, അന്വേഷണ ത്വര നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രസംഗിക്കുമ്പോൾ അത് ആ സാഹചര്യത്തിന് അനുകൂലമാണ് എന്നുള്ള തോന്നലുണ്ടാകുകയുള്ളൂ. ഇനി
അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഓഡിയൻസിന് അറിയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആരാണവർ, അവര് എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത്, അവര് എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്, എന്തിനാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവർ ആശങ്കയിലാണോ, അവര് അസ്വസ്ഥതയിലാണോ, അവരുടെ സന്തോഷത്തിലാണോ, ഈ അവസ്ഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കി പറയാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് യേശുവിന്റെ പ്രസംഗത്തിലുടനീളം ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവരുടെ ഹിതം മനസ്സിലാക്കി, അവരുടെ സംസാരം മനസ്സിലാക്കിയിട്ട് യേശു അവരെ പഠിപ്പിക്കുക. ഇപ്പൊ എന്ത് ആകർഷകമായ രീതിയിലാണ് യേശു അവിടെ ആരംഭിക്കുന്നത്. കർത്താവിന് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല, കർത്താവിന് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം നടന്ന് അവരുടെ സംസാരത്തിന്റെ രീതികൾ മനസ്സിലാക്കി അതിലിടപെട്ടുകൊണ്ട് അവരെ പഠിപ്പിക്കുന്ന ഒരു പ്രസംഗശൈലി. അപ്പൊ അത് കൊണ്ട് ഉടനെ അവർക്ക് മാനസാന്തരം ഉണ്ടാകുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളും ഓഡിയൻസിനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അതാണ് ആദ്യമായിട്ട് ഇതുമായിട്ട് അപ്പൊ ആദ്യം നമുക്കൊരു സ്റ്റഡി ഹാബിറ്റ് ഉണ്ടാക്കണം. രണ്ടാമത് ഓഡിയൻസിനെ അറിഞ്ഞിരിക്കണം. ഇനി പ്രസംഗത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആരംഭത്തെക്കുറിച്ച്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ചില ആരംഭത്തിന്റെ കാര്യങ്ങൾ പറയും, എങ്ങനെയാണ് തുടങ്ങേണ്ടതിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ചില വിശദീകരണങ്ങളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങളാണ് ബോഡിയിലേക്ക് പോകുന്നതിന് മുമ്പ്. അപ്പൊ നമ്മൾ തുടങ്ങുമ്പോൾ പ്രധാനമായിട്ടും കഥ പറഞ്ഞു തുടങ്ങാം, ഉദ്ധരണികൾ പറഞ്ഞു തുടങ്ങാം, ചിന്തിക്കുന്ന കാര്യങ്ങൾ ഉതകുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തുടങ്ങാം, അതിശയോക്തിപരമായ ചില വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം, ഹാസ്യാത്മകമായ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി പറയുക, വ്യക്തിപരമായ കാര്യങ്ങൾ പരാമർശിക്കുന്ന ഒഴിവാക്കിയിട്ട് വ്യക്തിപരമായി പ്രചോദിപ്പിക്കുന്നതാകുന്നത് കുഴപ്പമില്ല. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ബൈബിളിലെ ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ചില സമയത്ത് നമുക്ക് നിശബ്ദമായിട്ട് നിന്നുകൊണ്ട് അല്പസമയം മൗനമായി നിന്നുകൊണ്ട് ആരംഭിക്കാം. ഒരു ദുഃഖ സമയമാണെങ്കിൽ ആദ്യമേ പറഞ്ഞു തുടങ്ങാം, അത് അല്പസമയം ശാന്തമായി നിന്നതിന് ശേഷം സാവധാനം പറഞ്ഞു തുടങ്ങാം. ഇങ്ങനെ വ്യത്യസ്തമായ രീതികൾ അവലംബിക്കും. ഇങ്ങനെ അവലംബിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വ്യക്തമായിരിക്കണം. എവിടെ ഞാൻ തുടങ്ങുന്നു, എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് നമുക്ക് ആശയങ്ങൾ നമുക്ക് ശേഖരണമുണ്ട്, ഓഡിയൻസിനെ മനസ്സിലാക്കി. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ക്രമപ്പെടുത്തേണ്ടത് എങ്ങനെ ആരംഭിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത് മൂന്നാമതായിട്ട് എങ്ങനെയാണ് ഞാൻ ഇവരോട് പറഞ്ഞു തുടങ്ങേണ്ടത്, എവിടെ തുടങ്ങണം. ചില ആൾക്കാർ ചെന്നെന്ന് പറയണ്ട, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പറയരുത്, അപ്പോഴേ ഒരു ഇംപ്രഷൻ നഷ്ടപ്പെടും. എവിടെ തുടങ്ങണമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പൊ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, പിന്നെ എങ്ങനെ ഇയാൾ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നെഗറ്റീവായ കമന്റ്സ് പറഞ്ഞ് തുടങ്ങരുത്. പോസിറ്റീവായിട്ട് ഞാൻ ഒരുങ്ങി അറിഞ്ഞ് വ്യക്തതയോടുകൂടി തന്നെ വന്നിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി പറഞ്ഞു തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടെ, എന്ത് പറയണമെന്ന് അറിയാതെ ഒരു വിരളി പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ പ്രസംഗം ആരംഭിക്കരുത്. വ്യക്തമായ ബോധ്യത്തോടുകൂടി, കൃത്യതയോടുകൂടി എന്താണ് പറയേണ്ടത്, ആരംഭത്തിൽ പറയേണ്ടത് എന്നുള്ള ബോധ്യത്തോടുകൂടി പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അപ്പൊ ആരംഭത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല, കഥകൾ എങ്ങനെ പറയണമെന്ന് ഞാൻ പറയാം. അപ്പൊ ഇതാണ് ആരംഭത്തിൽ വേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളെ രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. അത് നിങ്ങൾക്ക് ശേഖരണങ്ങളുള്ള തന്നെ ചില ആരംഭ ശൈലികൾ നിങ്ങൾക്ക് ശേഖരിച്ചു വെക്കാം. ഈ പ്രശസ്തനായ കവിയായ നമ്മുടെ ഷേക്സ്പിയറെ കുറിച്ച് ഒരു സംഭവം പറയാറുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിയോഗിയായ ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ബെൻ ജോൺസൺ. അദ്ദേഹം പൈങ്കിളി കഥകളൊക്കെ എഴുതുന്ന ഒരു നാടകകർത്താണ്. പക്ഷേ ഷേക്സ്പിയർ ഇപ്പം ഗൗരവമായ നാടകങ്ങൾ എഴുതുന്ന ആളാണ്. അപ്പം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്ഞിയായ എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്തിലാണ് ഈ ഷേക്സ്പിയറും ബെൻ ജോൺസണും ജീവിച്ചിരുന്നത്. അപ്പൊ ഈ ഷേക്സ്പിയറിന് പ്രത്യേകമായ അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് രാജ്ഞിയെ മുഖം കാണിക്കാൻ വേണ്ടി ഒരു സമയം കൊടുത്തു. അപ്പൊ രാജ്ഞിയെ മുഖം കാണിക്കാൻ വേണ്ടി സമയം കൊടുത്ത സമയത്ത് രാജ്ഞിയുടെ പാറാവുകാരന്റെ മുമ്പിൽ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് പാറാവുകാരൻ പറഞ്ഞ് ഇപ്പൊ വിടാൻ പറ്റത്തില്ല, കാരണം നിനക്ക് മുമ്പേ വേറൊരാൾ, നിന്റെ പ്രതിയോഗിയായ ആൾ പോയിട്ടുണ്ട്. അപ്പൊ ഷേക്സ്പിയർ ചോദിച്ചു, ആരാണ്? അത് മറ്റേ ബെൻ ജോൺസൺ. അദ്ദേഹം നിനക്ക് കിട്ടേണ്ട ആദരവ് പിടിച്ചെടുക്കാൻ വേണ്ടി നേരത്തെ രാജ്ഞിയെ മുഖം കാണിക്കാൻ വേണ്ടി പോയിരിക്കുകയാണെന്ന്. അപ്പൊ ഉടനെ പാറാവുകാരൻ പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്, ഫ്രയൽറ്റി ദൗ നെയിം ഈസ് വുമൻ, അങ്കുശമില്ലാത്ത ചാവല്യമേ നിന്നെ ഞാൻ അങ്ങനെ എന്ന് വിളിച്ചോട്ടെ. ഷേക്സ്പിയറിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ വിശദീകരിക്കുന്ന ഒരു വാക്യം ഇതാണ്. അപ്പൊ അത് എവിടെന്നാ കിട്ടിയത്? ആ പാറാവുകാരൻ ചുമ്മാ പറഞ്ഞ വാക്യമാണ്. ആ വാക്യം അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പ്രധാനപ്പെട്ട വാക്യമായിട്ട് മാറി. അപ്പൊ നമ്മളിങ്ങനെ ശ്രദ്ധയോടുകൂടി നിൽക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചില ഉദ്ധരണികൾ കിട്ടും. ചില ആളുകൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് പറയുന്ന ചില വാക്യങ്ങൾ കിട്ടും. ഇതൊക്കെ കുറിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രസംഗത്തിലുടനീളം ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഉദ്ധരണികളും സംഭവങ്ങളും ആവശ്യമായ അന്വേഷണീയമായ ചെറിയ ചെറിയ ആപ്തവാക്യങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടാകുകയാണെങ്കിൽ അത് സന്ദർഭം മനസ്സിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുള്ളവർക്ക് അത് ഈ പ്രസംഗത്തിൽ ഉണ്ടാകും.
അപ്പൊ ആ പ്രസംഗത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ വരേണ്ടതെന്നതിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പ്രസംഗത്തിന്റെ ഗാത്രം അല്ലെങ്കിൽ ബോഡി ഓഫ് ദ സ്പീച്ച് എങ്ങനെയാണ് നമ്മൾ വിശദീകരിച്ച് അത് യാഥാർത്ഥ്യമാക്കി മാറ്റേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് അപ്പൊ ആമുഖം പറഞ്ഞു കഴിഞ്ഞു. ആമുഖം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. പ്രസംഗത്തില് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 3 ഘടകങ്ങളുണ്ടെന്ന്. ആമുഖം, അതിന്റെ ബോഡി എന്ന് പറയുന്ന ഗാത്രം, അതിന്റെ സംഗ്രഹം. അപ്പൊ ആമുഖത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി പറയേണ്ട ആവശ്യമില്ല. ഇനി അതിന്റെ ബോഡിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേണ്ടത് പ്രധാന ആശയങ്ങളുടെ ക്രമീകരണമാണ്. അപ്പം ഞാൻ പ്രസംഗിക്കുന്ന വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്താണെന്നതിനെ കുറിച്ച് 3 ആശയങ്ങൾ പ്രധാനമായിട്ട്, അല്ലെങ്കിൽ പരമാവധി 5 ആശയങ്ങൾ, അത്രയും വേണമെന്നില്ല. അപ്പൊ ഇത്രയും ആശയങ്ങൾ എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് മനസ്സിൽ ഉറപ്പിക്കുക, അത് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ 3 ആശയങ്ങളെ ചുറ്റിപ്പറ്റി ആയിരിക്കണം എന്റെ പ്രസംഗം എന്നതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ ഈ 3 പ്രധാനപ്പെട്ട ആശയങ്ങളെ ചുറ്റിപ്പറ്റി ആയിരിക്കണം ഞാൻ പ്രസംഗിക്കുക. അപ്പൊ അതുകൊണ്ട് ആദ്യം ഈ പ്രസംഗം വിശകലനം ചെയ്യുമ്പോൾ, പ്രസംഗം എഴുതുമ്പോൾ ഞാൻ ഓർമ്മിക്കേണ്ടത് എന്തായിരിക്കണം പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അത് ശക്തമായ രീതിയിൽ അതായിരിക്കണം. ഒരു ആണി, നമ്മളെ ഒരു പിക്ചർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആണി അടിച്ചു വച്ചിരിക്കുന്നത്, അതുപോലെ ശക്തമായ അങ്കുരമിട്ട് ആണി അടിച്ചു വയ്ക്കുക. 3 ആശയങ്ങൾ. ഓക്കെ, 3 ആശയങ്ങള് കൂടുതൽ വേണ്ട. ഇനി നീണ്ട പ്രസംഗമാണെങ്കിൽ പരമാവധി 5 ആശയങ്ങൾ, അതിൽ കൂടുതൽ ആശയങ്ങളൊന്നും പോയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. 5 മിനിറ്റ് പ്രസംഗത്തിൽ ഒരു നല്ല ആശയം ഉണ്ടായിരിക്കുക, അതിന്റെ 2 ഉപആശയങ്ങൾ ഉണ്ടാക്കുക, അത് മതി. പക്ഷെ ഏതായിരുന്നാലും 3 ആശയങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് കാണുക. ആ 3 ആശയങ്ങൾ നമുക്ക് ഏത് രീതിയിൽ അവതരിപ്പിക്കാമെന്നതിനെ കുറിച്ച് ചിന്തിക്കുക. നമുക്ക് പല രീതിയിൽ ആ ആശയത്തെ അവതരിപ്പിക്കാം. ഒന്നാമത്തത് ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ട്, അല്ലെങ്കിൽ കാലക്രമ സൂചികയായിട്ട് അവതരിപ്പിക്കും. അപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ യേശുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുക. യേശുവിന്റെ ഉപമകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പൊ യേശു പറഞ്ഞ ഉപമകള് എനിക്ക് കാലക്രമമായിട്ട് പറയാം. യേശു പറഞ്ഞ ഉപമകളിൽ ആദ്യത്തേത് പ്രധാനമായിട്ട് കളകളുടെ ഉപമയാണ്. മത്തായിയുടെ സുവിശേഷം 11 കുറെ ഉപമകൾ പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ക്രമമായിട്ട്, കാലക്രമമായിട്ട് പറയുന്ന, ഒരു ഘട്ടം ഘട്ടമായിട്ട് പറയുന്ന രീതിയിൽ കാണാം. അപ്പൊ അതാണോ ഒരു രീതി, പറയുന്ന രീതി? അതല്ലെങ്കിൽ നമുക്ക് വേറെ അവതരിപ്പിക്കാം, കാരണഫലം. ഇതാണ് അതിന്റെ കാരണം, അതിന്റെ ഫലം എന്താണ്, അപ്പൊ അതിന്റെ എന്തുകൊണ്ടത്, അതിന്റെ കാരണം ഇതാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് വിഷയത്തെ അവതരിപ്പിക്കാം. ഇപ്പൊ വിഷയത്തെ ഒന്നുകിൽ കാലഘട്ടത്തിനനുസരിച്ച് അവതരിപ്പിക്കാം, അതല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് അവതരിപ്പിക്കാം. ഒരു ചോദ്യം അവിടെ ഓഡിയൻസിനോട് ചോദിക്കണമെന്നില്ല, എന്റെ മനസ്സിൽ ചോദിക്കാം. എന്റെ മനസ്സിൽ ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരമായിട്ട് എനിക്ക് പ്രസംഗത്തെ വിശകലനം ചെയ്യാം. അതല്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് കാണാം. ഒരു പ്രശ്നം ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ട് പ്രസംഗത്തെ വിശകലനം ചെയ്യാം. അപ്പൊ ഒരു പരിഹാരമായിട്ട്, ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് പ്രസംഗത്തിന്റെ വിഷയത്തെ വിശദീകരിക്കാം. അതല്ലെങ്കിൽ താരതമ്യം ചെയ്യാം 2 കാര്യങ്ങളെ വെച്ചുകൊണ്ട്. അപ്പം ഒരു സ്നേഹത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് വിചാരിക്കും. അപ്പൊ സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് ലോകത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും ആത്മീയമായ ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചും എനിക്ക് താരതമ്യം ചെയ്ത് പറയാൻ പറ്റും. ഉദാഹരണമായിട്ട് ഇപ്പോ നമ്മുടെ ബെനഡിക്ട് 16 മാർപ്പാപ്പ തന്നെ ദൈവ സ്നേഹമാകുന്നു എന്നുള്ള മനോഹരമായ ചാക്രിക ലേഖനത്തിൽ ഈ സ്നേഹത്തെക്കുറിച്ച് വിശദമാക്കുന്നു. അപ്പൊ ആ ഒരു സ്നേഹത്തെ എടുത്തുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ വെച്ച് നീട്ടുന്ന സ്നേഹത്തെക്കുറിച്ച് പറയാം. അത് വളരെ മനോഹരമായിട്ട് താരതമ്യം ചെയ്ത് പറയാം. ഒരു വിഷയത്തെ 2 തലത്തിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയാൻ പറ്റുന്നു. അതൊരു വിശകലനം, അതൊരു രീതിയിലുള്ള വിശകലനം. അതുമല്ലെങ്കിൽ നമുക്ക് സാമ്യം പറഞ്ഞുകൊണ്ട്, ഇതിന് സാമ്യമാണ് അത്, അപ്പൊ പരസ്പരം സാമ്യപ്പെടുത്തിക്കൊണ്ട്, അതിന്റെ വ്യത്യാസം പറഞ്ഞുകൊണ്ട്, അതിന്റെ വ്യത്യാസവും സാമ്യങ്ങളും പറഞ്ഞുകൊണ്ട് പറയാം. ഇങ്ങനെ പല രീതികളിൽ നമുക്ക് ആശയത്തെ വിശദീകരിക്കാം. ഇപ്പൊ കാലഘട്ടത്തിന്റെ ക്രമീകരണമായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ പ്രധാനമായിട്ടും ഫലവും അതിന്റെ കാരണവും തമ്മിൽ പറയാം. എന്തുകൊണ്ട്, അതിന്റെ കാരണം ഇതാണെന്ന് പറയാം. അതല്ലെങ്കിൽ പ്രശ്നപരിഹാരമായിട്ട് അവതരിപ്പിക്കാം, ചോദ്യോത്തരമായിട്ട് അവതരിപ്പിക്കാം. അതല്ലെങ്കിൽ വിഷയാടിസ്ഥാനത്തിൽ തന്നെ ആ വിഷയങ്ങളെ നമുക്ക് പ്രധാനപ്പെട്ടതാണെന്നും കാലികമാണെന്ന് തോന്നുന്ന രീതിയിൽ പറയാം. താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയാം. അതുപോലെ തന്നെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, സാമ്യവും അതുപോലെ വ്യത്യാസവും പറഞ്ഞുകൊണ്ട് പറയാം. ഇങ്ങനെ പല രീതികളിൽ നമുക്ക് ആ വിഷയത്തെ വിശകലനം ചെയ്ത് പറയാൻ കഴിയും. അപ്പൊ അത് പറയുമ്പോൾ, നമ്മൾ ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ പറയുന്ന ആ ആശയത്തിന്റെ ഗാംഭീര്യത്തിന് കുറവുണ്ടാകാതെ ആ ഗാംഭീര്യം നിലനിർത്തുന്ന രീതിയിലായിരിക്കണം ഘട്ടം ഘട്ടമായിട്ട് നമ്മളത് വിശകലനം ചെയ്യണം. അപ്പൊ 3 ആശയങ്ങൾ എനിക്കുണ്ട് ആ വിഷയത്തിനെ സംബന്ധിച്ച്. ഈ 3 ആശയങ്ങളും വളരെ ഗാംഭീര്യം നിറഞ്ഞ രീതിയിൽ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടാതെ അതിന്റെ വിശകലനങ്ങളിലേക്ക് കടന്നുകൊണ്ട് ഞാൻ പറയും. അതിന് വേണ്ട രീതിയിലുള്ള പഠനമാണ് എനിക്ക് ഉണ്ടാകേണ്ടത്. അപ്പം നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ചേർക്കേണ്ട ഉദ്ധരണികളും, ഇടയ്ക്കിടയ്ക്ക് ചേർക്കേണ്ട കഥകളും, ഇടയ്ക്കിടയ്ക്ക് ചേർക്കേണ്ട ആപ്തവാക്യങ്ങളും ഒക്കെ നമ്മൾ ശേഖരിച്ചു വച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ആശയങ്ങളുടെ ശേഖരണമാണ്. അതിന് നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാം, അതിന് വ്യത്യസ്തമായ മാർഗങ്ങൾ ഉപയോഗിക്കാം, അതിനുള്ള പുസ്തകങ്ങളിൽ നോക്കാം. അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആശയങ്ങളെ ഇനി ശേഖരിച്ച് അതിലേക്ക് ചേർക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ആമുഖവും നമ്മുടെ ആരംഭവും ക്രമപ്പെടുത്തി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെയുള്ള ഈ ആശയ വിഷയം അല്ലെങ്കിൽ വിഷയത്തിന്റെ ക്രമീകരണം എന്നുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറയുന്ന വിഷയത്തെ കുറിച്ചുള്ള വ്യക്തത എനിക്കുണ്ടായിരിക്കേണ്ട വ്യക്തത അനുസരിച്ചായിരിക്കാം വിജയപ്രദമായിട്ട് പ്രസംഗം മാറുന്നത്. എനിക്ക് ആശയം വ്യക്തമല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ആർക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് വ്യക്തമല്ല ഞാൻ പറയരുത്. ഒരാശയം എനിക്ക് നല്ലതാന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമല്ല, അതെനിക്ക് നല്ല രീതിയിൽ പറഞ്ഞൊപ്പിക്കാൻ തോന്നുന്നില്ല, പറയണ്ട. അപ്പൊ എനിക്ക് ആശയം മനസ്സിലായി. ആ ആശയം മനസ്സിലായത് കൊണ്ട് തന്നെ എനിക്ക് അതേ ഗൗരവത്തോട് പറയാമെന്നുള്ളൊരു ബോധ്യമുണ്ട്. എങ്കിൽ മാത്രം ആ ആശയത്തെ അവലംബിക്കുക, അല്ലെങ്കിൽ ആ ആശയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് വേറെ ആശയങ്ങൾ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് വ്യക്തതയുണ്ടാകണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യകത മനസ്സിലാക്കി, ഈ വിഷയത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് ഓഡിയൻസിന്റെ മുമ്പിലുണ്ട്, ഓഡിയൻസിന് എപ്പോഴും മനസ്സിൽ കാണും. ആ ഓഡിയൻസിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇവരിൽ ഉണ്ടാകേണ്ട പ്രതികരണം എന്താണെന്ന് ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് ആ മനസ്സിൽ കാണുന്ന ഓഡിയൻസിന്റെ പ്രതികരണം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ വിഷയ ക്രമീകരണം നടത്തേണ്ടത്. അപ്പൊ അത് ചില ഗ്രൂപ്പുകാർക്ക് ചോദ്യോത്തരം ഇഷ്ടപ്പെടും, വേറെ ചിലർക്ക് താരതമ്യപ്പെടുത്തുന്ന ഇഷ്ടപ്പെടും, വേറെ ചിലർക്കാണെങ്കിൽ അതിന്റെ ഡാറ്റാബേസിൽ പറയുന്ന ഇഷ്ടപ്പെടും, വേറെ ചിലർക്കാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഉത്തരം പറയുന്ന രീതിയിലാകും. ഇതൊക്കെ എല്ലാം ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മുൻകൂട്ടി ഓഡിയൻസിനെ കണ്ടുകൊണ്ട് ഈ രീതിയിൽ വിഷയങ്ങളെ അവതരിപ്പിക്കുവാൻ കഴിയും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഓഡിയൻസിനെ കുറിച്ച് പഠിക്കണം, ഒപ്പം വിഷയങ്ങളെയും കുറിച്ച് പഠിക്കണം. ഈ രണ്ട് പഠനവും അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതോടൊപ്പം തന്നെ നമ്മൾ ഒരു വിഷയത്തിൽ നിന്ന് മറ്റേ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട് കാര്യങ്ങൾ. ഒരു വിഷയത്തിൽ നിന്ന് മറ്റു വിഷയത്തിലേക്ക് ജമ്പ് ചെയ്ത് പോകാതിരിക്കാൻ ശ്രമിക്കും. സ്നേഹത്തെ കുറിച്ച് പറയുന്നു, സ്നേഹത്തിന്റെ 3 തലങ്ങളെ കുറിച്ച് പറയുന്നു: സ്വാർത്ഥ സ്നേഹം, പരസ്നേഹം, ദൈവസ്നേഹം. ഈ 3 കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ ഈ 3 കാര്യങ്ങളും പറയുമ്പോൾ, ആ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ആശയത്തിൽ നിന്ന് മറ്റേ ആശയത്തിലേക്ക് പോകുമ്പോൾ ഒരു സ്വാഭാവികമായ ഒരു മാറ്റത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിന് കണക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, ഞാൻ ആദ്യം ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞു, അപ്പം സ്നേഹം ദൈവസ്നേഹത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ട് സ്വാഭാവികമായിട്ട് അത് നയിക്കുന്ന എവിടെയായിരിക്കണം? പരസ്നേഹത്തിലേക്കായിരിക്കണം. അപ്പൊ അത് ഇനി നമുക്ക് അപ്പൊ ഇതിന്റെ വെളിച്ചത്തിൽ ഇനി നമുക്ക് പരസ്നേഹത്തെ കുറിച്ച് കാണാം എന്ന രീതിയിൽ അങ്ങോട്ട് വരിക. അങ്ങനെ ഒരു ബന്ധം പെടുത്ത രീതിയിലായിരിക്കണം ഒരാശയത്തിൽ നിന്ന് മറ്റാശയത്തിലേക്ക് പോകേണ്ടത്. ഒരാശയത്തിൽ നിന്ന് മറ്റാശയത്തിലേക്ക് പോകുമ്പോൾ ഒരു സ്വാഭാവികമായ കണക്ടിങ് ലിങ്ക് നമുക്ക് ആവശ്യമുണ്ട്. അതിന് മലയാള ഭാഷയിൽ ഒത്തിരിയധികം പ്രത്യയങ്ങളുണ്ട്, കണക്ടിങ് വാക്കുകളുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ആവശ്യാനുസരണം ഈ പ്രത്യയങ്ങൾ ചേർത്തുകൊണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് കണക്ഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിന് സഹായിക്കുന്ന രീതിയിലുള്ള പ്രത്യയങ്ങൾ ചേർത്തുകൊണ്ട് ആശയങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണികൾ നമ്മൾ കണ്ടെത്തണം. അത് ചിലപ്പം നമുക്ക് സ്വാഭാവികമായ രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, ചിലപ്പോൾ വളരെ വൈരുദ്ധ്യമായ ആശയങ്ങളായിരിക്കും. എന്നിരുന്നാലും സ്വാഭാവികമായ രീതിയിൽ പറഞ്ഞ് ബന്ധിപ്പിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അവിടെയാണ് പ്രസംഗന്റെ കഴിവ്. ഇപ്പൊ 3 ആശയങ്ങൾ ഞാൻ പറഞ്ഞു. ആ 3 ആശയങ്ങളും നല്ല രീതിയിൽ എനിക്ക് അവതരിപ്പിക്കുവാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അതിന്റെ കണക്ഷനോട് കൂടി പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾക്ക് ഓർത്തിരിക്കാൻ പറ്റും, ഇത് 3 ആണ് അച്ഛൻ പറഞ്ഞത്, അല്ലെങ്കിൽ സാറ് പറഞ്ഞത്, ആ പറഞ്ഞ ആളെ കുറിച്ച് ആ രീതിയിലുള്ള ഒരു ഓർത്തിരിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ കണക്ടിങ് ലിങ്ക് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ കണക്ടിങ് ലിങ്ക് ഒരു പ്രസംഗത്തിന് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ഓർത്തു, അത് പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി ബന്ധിപ്പിച്ച് നമ്മൾ പ്രസംഗം ഒരുങ്ങിയിട്ട് പിന്നെ നമ്മൾ അടുത്ത് പോകുന്നത് ഇതിലേക്കാണ്, നമ്മൾ ഈ സ്വാഭാവികമായ ഒരു കൺക്ലൂഷനിലേക്കാണ്. കൺക്ലൂഷനെ കുറിച്ച് ഞാൻ അതൊരിക്കൽ പറഞ്ഞതാണ്. എന്നിരുന്നാലും ഓർക്കേണ്ടത് സഡൻ ബ്രേക്കിലേക്ക് പോകരുത്. ചില ആളുകൾ ഇങ്ങനെ സഡൻ ബ്രേക്കിലേക്ക് പോകും, അത് ഒരു കൊലപാതകമാണ്. പ്രസംഗത്തെ ഒരിക്കലും കൊലപാതകത്തിലേക്ക് എത്തിക്കരുത്. ഇപ്പൊ ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ സഡൻ ആയിട്ട് നിർത്തുമ്പോൾ ഒരു കൊലപാതകമല്ലേ, അല്ലെങ്കിൽ ആത്മഹത്യയല്ലേ? അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. നമ്മളൊരു സ്വാഭാവികമായ വാർദ്ധക്യ മരണത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഒരു സ്വാഭാവികമായ അന്ത്യത്തിലേക്ക് പോകും. സ്വാഭാവികമായിട്ട് അന്ത്യത്തിലേക്ക് എത്തുന്ന രീതിയിൽ പോകുന്നതായിരിക്കും അല്പം കൂടെ നല്ലത്. ചില സമയത്ത് ചിലരൊക്കെ ചില അബ്രപ്റ്റായിട്ട് നിർത്തുമ്പോൾ ചിലപ്പോൾ അല്പം അഭംഗി തോന്നും. ചില ആൾക്കാർ അതൊരു ശൈലിയായിട്ട് എടുക്കുന്നതായിരിക്കും. പക്ഷെ നമ്മളൊരു സാധാരണ പ്രസംഗകൻ എന്ന രീതിയിൽ ചിന്തിക്കുക. ഞാനൊരു അതിസ്വാഭാവികമായ പ്രസംഗകനല്ല, ഒരു സാധാരണ പ്രസംഗകൻ എന്ന രീതിയിൽ സാധാരണ രീതികൾ അഭ്യസിക്കുന്ന ആളായിട്ട് മാറും. നിങ്ങൾ പ്രശസ്തരായ പ്രസംഗരാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതികൾ അവലംബിക്കാം. പക്ഷെ തൽക്കാലം ഈ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ഈ രീതിയിൽ അബ്രപ്റ്റായിട്ട് നിർത്താതെ ഒരു സ്വാഭാവികമായ പരിണിത ഫലത്തിലേക്ക് വരുന്ന രീതിയിലുള്ള അന്ത്യം പ്രസംഗത്തിന് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ അത് മനസ്സിലാക്കിയെടുക്കുവാൻ ആളുകൾ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് സംഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ്.
സംഗ്രഹം സഡൻഡത്തിലേക്ക് നയിക്കരുത്, ഒരു സ്വാഭാവിക മാനത്തിലേക്ക് നയിക്കണം. അങ്ങനെ നടത്തുന്നതായിരിക്കും കൂടുതൽ ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ സമയമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പ്രസംഗത്തിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ നമുക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും? അപ്പൊ പ്രസംഗത്തില് നമുക്ക് എത്ര സമയം പ്രസംഗിക്കണം എന്നുള്ള കാര്യം നേരത്തെ ഒന്ന് മനസ്സിലാക്കാണ്. അത് ബന്ധപ്പെട്ട ഓഡിയൻസിനോട് ചോദിക്കുക. ചില ആൾക്കാർ പ്രസംഗം തുടങ്ങിയിട്ട് ഇനി എത്ര മിനിറ്റ് ഉണ്ട് എന്ന് ചോദിച്ചോണ്ടിരിക്കുക. അതൊരു അഫങ്ങി ചേർന്ന കാര്യമാണ്. അപ്പൊ അത് ഇയാൾക്ക് പിന്നെ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും വാചടിച്ച് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണെന്നുള്ള തോന്നലായിരിക്കാം ഓഡിയൻസിന് മുമ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും ഇനി എനിക്ക് എത്ര സമയമാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ എത്ര സമയമാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിക്കുക. അതനുസരിച്ച് അത്ര സമയത്തേക്ക് വേണ്ടി ഒരുങ്ങി പോകും. അപ്പൊ അത്ര സമയത്തേക്ക് ഒരുങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യ ഘട്ടങ്ങളിലാണെങ്കിൽ തീർന്നു പോകും, പിന്നെ പ്രസംഗിക്കാൻ മാറ്റം ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് 5 മിനിറ്റ് പ്രസംഗിക്കാൻ വേണ്ടി പറയുമ്പോൾ ഒരു 7 മിനിറ്റിന് വേണ്ടി ഒരുങ്ങുക. അപ്പൊ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ തീർക്കാൻ പറ്റും. അഥവാ സമയം കൂടുതലെടുത്ത സമയം നമ്മൾ പിന്നെ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. 5 മിനിറ്റാണ് പ്രസംഗം, അപ്പൊ ഞാൻ 7 മിനിറ്റ് ഒരുങ്ങി വന്നു. 7 മിനിറ്റ് ഒരുങ്ങി വന്നത് 2 മിനിറ്റുള്ള കാര്യങ്ങൾ 5 മിനിറ്റ് എടുത്ത് തീർന്നപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ വിട്ടുകളയേണ്ടി വന്നു. അത് കുഴപ്പമില്ല, വിട്ടുകളഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് സമയത്തെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാകും. 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ്, 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ്. അത് ഓഡിയൻസ് അത് സംഘാടകരോട് നേരത്തെ ചോദിക്കുക, എത്ര മിനിറ്റാണ് എന്റെ പ്രസംഗം നീളണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രസംഗത്തിന് വ്യക്തമായ രീതിയിലുള്ള സമയബന്ധിതമായി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കാം. മാർപ്പാപ്പ ഞായറാഴ്ച പ്രസംഗം പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് 8 മിനിറ്റാണ്. ഞായറാഴ്ചമാരോട് പറയും. അപ്പൊ ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞാണ്. അപ്പൊ അദ്ദേഹം ഒരു പ്രസംഗത്തിന് കൊടുത്തിരിക്കുന്ന ടൈം 8 മിനിറ്റ്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 8 മിനിറ്റ് കൊണ്ട് ആശയം പറഞ്ഞു തീർക്കാൻ പറ്റും എന്നുള്ളതാണ് പിതാവിന്റെ ഒരു നിഗമനം. അപ്പൊ അത് നല്ലത് തന്നെയാണ്. 8 മിനിറ്റ് കൂടുതൽ കേൾക്കുവാൻ അത്രയും താല്പര്യം ഉണ്ടാകണം നിർബന്ധമില്ല. ഇനി 8 മിനിറ്റ് തുടങ്ങിയിട്ട് 10 മിനിറ്റ് വരെ പോയാലും കുഴപ്പമില്ല. പക്ഷെ എന്നാൽ ആ ഒരു ആവറേജ് ടൈം കീപ്പപ്പ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് പ്രസംഗത്തിന്. ഇനി ഈ പ്രസംഗം കൃത്യമായിട്ട് തീരണമെങ്കിൽ അതിന് വ്യക്തമായ ഘടനയിൽ നമ്മൾ ക്രമപ്പെടുത്തണം, തയ്യാറാകണം. ഘടനയില്ലാത്ത പ്രസംഗത്തിലാണ് സമയം ഇങ്ങനെ നീണ്ടുപോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഘടന ഇല്ലാതെ വരുമ്പോഴാണ്. അപ്പൊ പ്രസംഗത്തിന് വ്യക്തമായ ഘടന ഉണ്ടാകണം. അതുപോലെ തന്നെ എല്ലാം പറഞ്ഞിട്ടേ ഞാൻ അവസാനിപ്പിക്കുന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല. വാശി പിടിക്കരുത്. ഞാൻ ഒരുങ്ങി വന്നതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ, അങ്ങനെ വാശി പിടിക്കരുത്. അപ്പൊ അങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അരോചകമായിട്ട് മാറുകയും പിന്നെ ബുദ്ധിമുട്ടാകുകയും ചെയ്യും. അപ്പം എപ്പോഴും നിർത്താൻ തയ്യാറാകുന്ന രീതിയിലായിരിക്കണം പ്രസംഗം നിലകൊള്ളേണ്ടത്. അപ്പൊ എൻ്റെ അടുത്ത് പറയാണ് 5 മിനിറ്റ് മതി, ഇപ്പൊ ഒരു 4 മിനിറ്റ് ആകുമ്പോൾ ഒരു വാണിംഗ് തരുമായിരിക്കും. അപ്പോഴുടനെ തന്നെ കൺക്ലൂഡ് ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയതെല്ലാം പറഞ്ഞിട്ടേ പോകൂ എന്നുള്ള വാശി പ്രസംഗം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതൊരിക്കലും നല്ല പ്രസംഗത്തിന്റെ ലക്ഷണവുമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വാശി പിടിക്കൽ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈ ആദ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോവുക, പിന്നീടായിരിക്കണം പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങൾ പറയേണ്ടത്. ടൈമർ ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിപ്പോൾ മൊബൈലിൽ ടൈം കൊടുക്കാൻ പറ്റും, ആ ടൈം വെച്ച് നോക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ ഒരു 5 മിനിറ്റ് പ്രസംഗം 5 മിനിറ്റ് ഉണ്ടോ എന്ന് നോക്കാനോ അല്ലെങ്കിൽ 5 മിനിറ്റ് കൂടാതിരിക്കാനോ നമുക്ക് സമയം ക്രമപ്പെടുത്തി ഒന്ന് പരിശീലിക്കുന്നതായിരിക്കും. പ്രസംഗിക്കുന്നതിന് മുമ്പ് ആ സമയം ഒന്ന് ക്രമപ്പെടുത്തി നോക്കുക. 5 മിനിറ്റ് ആണെങ്കിൽ അവിടെ അലാറം അടിക്കുമ്പോൾ നമ്മൾ നടത്തുന്ന രീതിയിൽ അങ്ങനെ 5-6 പ്രാവശ്യം നമ്മൾ ടൈം വെച്ച് പ്രസംഗിച്ച് പഠിക്കുമ്പോൾ ഒരു ക്രമീകരണം നമുക്ക് തന്നെ ഉണ്ടാകും. സ്വാഭാവികമായിട്ട് ഒരു 5 മിനിറ്റ് ആയി എന്നുള്ള തോന്നലുണ്ടാകുകയും നമുക്ക് നിർത്താൻ പറ്റുകയും ചെയ്യും. മറിച്ച് ആ ഒരു പരിശീലനമില്ലെങ്കിൽ നമ്മുടെ പ്രസംഗം നീണ്ടുപോകും. അല്ലെ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കേണ്ടി വരത്തില്ല. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും 5 മിനിറ്റ് ആയി എന്നുള്ള രീതിയിൽ. അപ്പൊ ആ രീതിയിൽ സമയം ക്രമീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ നീണ്ട ആമുഖങ്ങൾ ഒഴിവാക്കുക. പരമാവധി 1.5 മിനിറ്റാണ് 10 മിനിറ്റിന്റെ പ്രസംഗത്തിൽ ആമുഖം എന്ന് കാര്യം ഓർക്കുക. അപ്പൊ ചില ആളുകൾ വന്ന് 5 മിനിറ്റും ആമുഖവും ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പറഞ്ഞ് ആളുമായിട്ടുള്ള ബന്ധം പറഞ്ഞു, അതല്ലെങ്കിൽ അവിടെ ഇവിടെ പോയ കാര്യങ്ങൾ പറഞ്ഞു, ഞാനങ്ങ് അമേരിക്കയിലായിരുന്നപ്പോ ഇങ്ങനെയായിരുന്നു, അങ്ങനെ അതിന്റെയൊക്കെ ആവശ്യമില്ല പ്രസംഗത്തിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഘടന ഉണ്ടായിരിക്കണം. ആ ഘടനയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സമാപിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? അവർക്ക് ആശയം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ ചരിത്രം പറഞ്ഞു കൊടുത്ത് അവരെ പ്രബുദ്ധരാക്കുക എന്നുള്ളത്. എന്റെ ചരിത്രം പറഞ്ഞാൽ അവർ പ്രബുദ്ധരാകില്ല. അപ്പൊ അതുകൊണ്ട് വേണ്ടത് ആശയപ്രബുദ്ധതയാണ്. ആശയപ്രബുദ്ധതയിൽ അവരെ ശക്തിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കാം. നീണ്ട ആമുഖങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അധികമായിട്ട് സമയം കൊടുക്കുന്ന അത് നിർത്തി കൂടുതൽ സമയം നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ അമിതമായ പേപ്പറിനെയോ അമിതമായ എഴുതിയ സാധനത്തെയോ ആശ്രയിക്കുന്ന ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ സമയത്തിൽ നമുക്ക് കൃത്യത നിലനിർത്താൻ കഴിയും. ആ രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് പ്രസംഗം പറഞ്ഞു പോകാൻ കഴിയുകയും ചെയ്യും. ഇനി ഈ സമയത്തിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശ്രോതാക്കളുടെ ശ്രദ്ധ പിടിച്ചിർത്താൻ വേണ്ടിയുള്ള കാര്യമാണ്. ശ്രോതാക്കളുടെ ശ്രദ്ധ എപ്പോ കുറയുന്നുവോ അപ്പോൾ നിർത്തിക്കൊള്ളുക. അപ്പൊ ശ്രോതാക്കളുടെ ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രസംഗം പറയുന്നത്.
അപ്പൊ അവരെ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിൽ എന്റെ ഭാഗത്ത് നിർത്തുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് അധികം വാചാലനാകാതെ ആ സമയങ്ങളിൽ നിർത്തി പോകുക. അപ്പൊ അതുകൊണ്ട് അവരുടെ ശ്രദ്ധ എനിക്ക് കിട്ടാവുന്നിടത്തോളം സമയം ഞാൻ പ്രസംഗിച്ച് അവരെ പ്രബുദ്ധമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഒരിക്കലും പ്രസംഗത്തിൽ തിരക്ക് കൂട്ടരുത്. എനിക്ക് സമയമില്ലാത്ത സമയത്താണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരുണ്ടോ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങളുടെ തിരക്കൊന്നും നമ്മൾ അവിടെ പ്രകടമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് തിരക്കില്ല. ആർക്കാ തിരക്കില്ല? അത് എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്. ചില ആൾക്കാർ കുറച്ച് കൂടുതൽ അങ്ങനെയൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. അവരുടേതായ രീതിയിൽ ഓരോരുത്തരും അവരുടെ സമയം ക്രമീകരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ തിരക്കിനിടയ്ക്ക് ഓടി വന്ന് പറഞ്ഞതുകൊണ്ട് വന്നാണെന്നൊക്കെ രീതിയിലുള്ള ആവേശപരമായ പ്രകടനങ്ങൾ, ഞാൻ ഒത്തിരി ബിസി മാൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കും. അപ്പൊ അങ്ങനെ വരുമ്പം അത് ഒരു നല്ല സ്റ്റേജ് ബഹുമാനമുള്ള ആളുകൾക്ക് ചേർന്നതല്ല, ആളുകളെ ആദരിക്കുന്ന ആളിന് ചേർന്നതല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരക്കുള്ളവരായിരിക്കാം, പക്ഷെ അതോടെ പറഞ്ഞൊരു കാര്യമില്ല. നമ്മുടെ തിരക്ക് നമ്മുടെയൊക്കെ സ്വന്തം, അല്ലാതെ അവർക്ക് അവരുടെ മുമ്പിൽ അത് പറഞ്ഞ് നമ്മൾ കൂടുതൽ തിരക്കുള്ളവരായിട്ടോ അല്ലെങ്കിൽ അവരെ മുഷിപ്പിക്കുന്നവരാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം. ബിസി എന്നത് കൂടുതൽ ബിസിയുള്ള കാര്യം തന്നെ, എല്ലാവർക്കും ബിസി ഉണ്ട് അവരുടേതായ രീതിയിൽ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പറയാൻ വേണ്ടി പരിശ്രമിക്കും. ഇനി അപ്പൊ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ടൈം വളരെ പ്രധാനപ്പെട്ടതാണ്. എത്ര സമയം നമുക്ക് പ്രസംഗിക്കാനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ക്രമപ്പെടുത്തി പ്രസംഗം പരിശീലിക്കുക. ഇനി കഥ പറയാൻ വേണ്ടി നമ്മൾ കഥ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രസംഗത്തിന് ആരോഗ്യം നിലനിർത്തുന്നതാണ് കഥ എന്നാണ്. ഒരു പ്രസംഗത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതാണ് കഥ. പ്രസംഗത്തെ ആരോഗ്യപൂർണ്ണമാക്കുന്നത് കഥകളാണ്. കഥകളായിരിക്കാം, കാവ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഉദ്ധരണികളായിരിക്കാം, ഹാസ്യപ്രദമായ സംഭവങ്ങളായിരിക്കും, അതൊക്കെ എന്തായിക്കൊള്ളട്ടെ. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സന്ദേശത്തിന് പ്രാധാന്യം കൊടുക്കണം, കഥയ്ക്കല്ല പ്രാധാന്യം. ഒരിക്കലും സന്ദേശത്തെ അതിജീവിക്കുന്ന അധികമായിട്ട് മറികടന്നു പോകുന്ന രീതിയിൽ കഥ പറയാൻ. ചിലര് നോവൽ പറയും, ചിലര് നീണ്ട കഥകൾ പറയും. അതിന്റെ ആവശ്യമില്ല. നമുക്ക് 5 മിനിറ്റ് പ്രസംഗം ഉണ്ടെങ്കിൽ 2 മിനിറ്റ് വേണമെങ്കിൽ ഒരു കഥ പറയുക, അല്ലാതെ പറയണമെന്ന് നിർബന്ധമില്ല. ആശയം വിശദീകരിക്കാൻ വേണ്ടിയാണ് കഥ പറയേണ്ടത്, അല്ലാതെ കഥ പറയാൻ വേണ്ടിയല്ല പറയേണ്ടത്. ചില ആൾക്കാര് എപ്പോഴും പ്രസംഗം പറഞ്ഞ് തുടങ്ങുമ്പോൾ ഒരു കഥ പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് പറയാൻ വേണ്ടി പോയി കഥ പറയേണ്ട ആവശ്യം. നമ്മൾ പറഞ്ഞ ആശയത്തെ ബലപ്പെടുത്താനും അതിനെ കൂടുതൽ വിപുലമാക്കുവാനും കഴിയുന്ന ഒരു കഥ എനിക്കുണ്ടെങ്കിൽ പറയുക. അല്ലാതെ കഥ പറയാൻ വേണ്ടി ഞാനിപ്പോൾ വായിച്ച ഒരു കഥ എന്റെ മനസ്സിൽ ഞാൻ പറയുന്നു, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ കഥ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ പറയുന്ന കഥ വിഷയമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം, കാലികമായിരിക്കണം. 1-ാം നൂറ്റാണ്ടിൽ നടന്ന കഥകളൊന്നും പറയേണ്ട ആവശ്യം. ഈ കാലഘട്ടത്തിന് ചേർന്ന കഥകളായിരിക്കണം. ഈ കാലഘട്ടത്തിനും ഈ സമയത്തിനും ചേർന്ന കഥകൾ പറയാൻ വേണ്ടി പരിശ്രമിക്കുക. പണ്ടെങ്ങോ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് വിശുദ്ധരെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായ ആ സംഭവങ്ങള് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കാലിക പ്രസക്തിയോടെ അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ചിലതൊക്കെ ഐതിഹ്യങ്ങളായിരിക്കാം, ചിലതൊക്കെ കെട്ടുകഥകളായിരിക്കാം. അതൊക്കെ നോക്കിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമാകുന്ന രീതിയിൽ അത് തിരഞ്ഞെടുക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അത് വിശുദ്ധരെ കുറിച്ച് പറയുമ്പോഴായിരുന്നാലും മറ്റു കാര്യങ്ങൾ പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കഥ പറയുമ്പോഴും. അതുപോലെ തന്നെ ആവേശം കൊണ്ട് കഥ പറയുന്നത്. ചില ആൾക്കാർ ഇങ്ങനെ വികാരം കൊണ്ട് കഥ പറയും. അങ്ങനെ വികാരം കൊണ്ട് കഥ പറഞ്ഞ് കൂടുതൽ വികാര ബന്ധിതമാക്കുന്നത് നല്ല ശീലമല്ല. അതിന് ഒരു ആവറേജ് നമ്മുടെ ശരിയായിട്ടുള്ള ഒരു വികാരവും മാനസികാവസ്ഥയും കീപ്പപ്പ് ചെയ്തുകൊണ്ട് കഥ പറയാൻ വേണ്ടി പരിശ്രമിക്കാം. പിന്നെ കഥയ്ക്ക് ജീവൻ ഉണ്ടാകുക. കഥയ്ക്ക് ജീവൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ജീവനുള്ള കഥയായിരിക്കണം, അല്ലാതെ ഒരു ബോറടിപ്പിക്കുന്ന കഥയാകരുത്. ചില ആൾക്കാർ കഥ കേട്ടോട് ഉറങ്ങാൻ തുടങ്ങും. അങ്ങനെ ഉറക്കത്തിലേക്ക് നയിക്കുന്ന കഥകളാകരുത്. ജീവസിറ്റ കഥകളാകാൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു പ്രസംഗത്തിൽ കുറെ കഥകൾ പറയുന്നത് ഒഴിവാക്കുക. ഒരു പ്രസംഗത്തിൽ ഒരു കഥ മതി, അധികം കഥ സാധാരണ പ്രസംഗത്തിൽ. അപ്പൊ നിരവധി കഥകൾ പറഞ്ഞ് നമ്മൾ ആളുകളെ ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള കഥ പറച്ചിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ക്രമീകരിക്കുക. സന്ദേശത്തിനാണ് പ്രാധാന്യം, കഥയ്ക്കല്ല പ്രാധാന്യം. വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം കഥ. ഒരേ രീതിയിലുള്ള കഥകൾ ഒഴിവാക്കുക. അതുപോലെ പൈങ്കിളി കഥകൾ ഒഴിവാക്കുക. പൈങ്കിളി കഥകൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം, എനിക്ക് തോന്നുന്നു. പൈങ്കിളി എന്ന് പറഞ്ഞാൽ ഇപ്പം ആണും പെണ്ണും പ്രേമിച്ച് കിടക്കുന്നു. ഒരു കഥയിൽ ആണ് പണക്കാരനായിരിക്കാം, മറ്റേ കഥയിൽ പെണ്ണ് പണക്കാരിയായിരിക്കാം. അങ്ങനെയുള്ള കഥകളൊക്കെയാണ് പൈങ്കിളി കഥകൾ എന്ന് പറയുന്നത്. പണ്ട് കാലഘട്ടങ്ങളിൽ മലയാള മനോരമ വീക്കുകളിൽ വന്നിരുന്ന കഥകളാണ്. ഇപ്പം അത് സീരിയലിലൂടെ കാണുന്നുണ്ട് നമ്മൾ. അപ്പൊ ഈ സീരിയലിലൂടെ കാണുന്ന രീതിയിലുള്ള കഥകൾ അതൊക്കെ കൂടുതൽ പൈങ്കിളി കഥകളാണ്. അങ്ങനെയുള്ള പൈങ്കിളി ഇക്കിളി കഥകളൊക്കെ ഒഴിവാക്കുക. അങ്ങനെയുള്ള കഥകളൊക്കെ സഭ്യമായ ഒരു ഓഡിയൻസിന് ചേർന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള കഥകൾ കഴിയുന്ന ഒഴിവാക്കുക. അമിതമായ നാടകീയത ഒഴിവാക്കുക. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കഥകൾ ഒഴിവാക്കുക. ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ വ്യക്തതയില്ലാത്ത കഥകൾ. അതൊക്കെ കഥ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ അവ്യക്തമാകുന്ന കഥകൾ ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. തമാശകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക. ചില തമാശകൾ അവിടെ തമാശയായിട്ട് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന തമാശകൾ എല്ലാ ഓഡിയൻസിനും ചേർന്നാകണമെന്നില്ല.
മിക്കവാറും ചില തമാശകളൊക്കെ ദ്വാർത്ഥങ്ങളുള്ളതായിരിക്കാം. അങ്ങനെ രണ്ടർത്ഥങ്ങളുടെ തമാശകൾ, അത് ചിലപ്പോൾ മോശമായ അർത്ഥം ഉണ്ടാകാം. അതൊക്കെ ഒരു സഭ്യമായ ഓഡിയൻസ് ചേർന്നല്ല. അതുകൊണ്ട് നമ്മൾ തമാശ പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി പറയാൻ വേണ്ടി പരിശ്രമിക്കുക. എല്ലാവർക്കും അതിനുള്ള ടാലന്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമല്ല. എനിക്ക് എപ്പോഴും തമാശ പറയാൻ അങ്ങനെയുള്ള കഴിവില്ല. ചില ആളുകളൊക്കെ നല്ല രീതിയിൽ തമാശ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഒരുങ്ങി വരികയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ പറയുന്ന തമാശകൾ നല്ലതായിരിക്കണമെന്നും സഭ്യമായിരിക്കണമെന്നും ഓഡിയൻസിന് ചേർന്നതാണെന്നും വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നത് നന്നായിരിക്കും. സത്യസന്ധമായിരിക്കണം പറയുന്ന കഥകളൊക്കെ. കൃത്രിമമായിട്ട് ചമച്ചുണ്ടാക്കുന്ന കഥകൾ ഒഴിവാക്കുക. അതിസ്വാഭാവികമായ കഥകൾ ഒഴിവാക്കുക. നമ്മളെ ഈ ചില സിനിമകളൊക്കെ ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചാടി ഓടുകയൊക്കെ ചെയ്യുന്ന അതിസ്വാഭാവികമായ സംഭവങ്ങൾ കാണിക്കുന്ന കഥകൾ, അതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമ്മൾ സാധാരണ യേശു പറഞ്ഞ കഥകളൊക്കെ എത്ര ലളിതമായി ജീവിത സാഹചര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അനുദിന ജീവിതത്തിൽ മനുഷ്യർ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളും മനുഷ്യ അവസ്ഥകളും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് യേശു ലളിതമായിട്ട് കഥകൾ പറഞ്ഞു. ഓരോ കഥകൾക്കും എന്തുമാത്രം ഇന്നും ഒരിക്കലും ആരും മറക്കാത്ത രീതിയിൽ നിൽക്കുന്ന ചരിത്രപരമായ കഥകളൊക്കെയല്ലേ യേശു പറഞ്ഞു. അപ്പൊ ആ കഥകളി പ്രസംഗിക്കുന്ന ഒരു ശൈലി നല്ലത് തന്നെയാണ്. പക്ഷെ ആ കഥ പറയുമ്പോൾ ആ ലാളിത്യവും സൂക്ഷ്മതയും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. പ്രസംഗം ഒരിക്കലും ഒരു മോണോആക്ട് ആക്കി മാറ്റരുത്. പ്രസംഗം ഒരു മോണോആക്ട് അല്ല. പ്രസംഗം ഒരു കഥാപ്രസംഗമല്ല. പ്രസംഗം ഒരു ഗാനമേളയല്ല. പ്രസംഗം ഒരു പാട്ട് കുർബാന പോലെ പാട്ടല്ല. അപ്പൊ അതുകൊണ്ട് പ്രസംഗം എന്ന് പറയുന്നത് ഒരു മോണാക്ട് രീതിയിൽ പല ശബ്ദങ്ങളുടെ അകമ്പടിയോടുകൂടി ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ചില ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് കുറെ പാട്ടുകളൊക്കെ പാടി ചെയ്യാറുണ്ട്. ഒരു പാട്ട് ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ പാടുന്ന കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും പാട്ടായി കഴിഞ്ഞാൽ അത് നല്ലതല്ല. മോണാക്ട് പോലെ രീതിയിൽ ചെയ്യണമെന്നില്ല. കഥാപ്രസംഗം പോലെ ചെയ്യണമെന്നില്ല. അതൊക്കെ വ്യത്യസ്തമായ കലാരൂപങ്ങളാണ്. എല്ലാ കലാരൂപങ്ങളും ചേർന്ന് ഒരുങ്ങുന്നതല്ല പ്രസംഗം. പ്രസംഗത്തിന് അതിൻ്റെതായ ഒരു കലാ ചൈതന്യമുണ്ട്. ആ കലാരൂപത്തിന്റെ ചൈതന്യത്തിൽ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഘടന എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ പ്രസംഗത്തിലെ ഒരു അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു മോട്ടിവേറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്, എനിക്ക് ആശയം ഉണ്ട്, ആ ആശയം കൃത്യമായും വ്യക്തമായും സുതാര്യമായും പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ടാലന്റാണ്. അപ്പൊ അതാണ് നമ്മൾ പ്രസംഗത്തിൽ നേടിയെടുക്കേണ്ടതെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗത്തിൽ നടത്തിയപ്പോൾ കുറെ മോഡലൊക്കെ പറയും. അവസാനത്തെ ഭാഗത്ത് ഞാൻ മോഡൽസ് ഒക്കെ പറയാറുണ്ട്. അപ്പൊ ഇന്ന് സമയാധികം വെച്ചിട്ട് അധികം മോഡൽ പറയുന്നില്ല. ചില 1-2 മോഡൽസ് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മഹാന്മാരുടെ പ്രസംഗങ്ങൾ, ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. നെറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ധാരാളം പ്രസംഗങ്ങൾ. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, പല ഭാഷകൾ, നമ്മുടെ എല്ലാ ഭാഷകളും നമുക്ക് കിട്ടുന്നതാണ്. അതിലെ പ്രസംഗങ്ങളൊക്കെ നോക്കുക. അപ്പൊ അതില് ഇപ്പൊ ചരിത്രത്തിൽ നമ്മൾ അറിയപ്പെടുന്ന ഗ്രീക്കിലാണല്ലോ ഈ പറയുന്ന പ്രസംഗ കലകൾ ആരംഭിക്കുന്നത്. അപ്പൊ അവിടെ സോക്രട്ടീസ് ആണ് ആദ്യമായിട്ട് ഈ പറയുന്ന പ്രസംഗ ശൈലിയിലൂടെ മഹാനായിട്ട് മാറിയ അദ്ദേഹം ചോദ്യ രൂപത്തിലാണ് പ്രസംഗങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. സംവാദ രൂപത്തിലാണ് പ്രസംഗങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. അപ്പം സംവാദ ശൈലി, ചോദ്യ ഉത്തര ശൈലി, അതൊക്കെയാണ് പ്രാരംഭഘട്ടത്തിൽ പ്രസംഗത്തിൻ്റെതായ ശൈലിയായിട്ട് വളർന്നു വരുന്നതായിട്ട് കാണുന്നത്. പിന്നെ ഡെമസ്തനീസ് എന്ന് പറയുന്ന ഗ്രീക്ക് ചിന്തകനാണ് വളരെ ശക്തനായ പ്രസംഗനായിട്ട് മാറിയത്. അദ്ദേഹത്തിന് വിക്കുണ്ടായിരുന്നെങ്കിലും ആ വിക്കിനെ അതിജീവിക്കുന്ന രീതിയിൽ അദ്ദേഹം പ്രസംഗനായിട്ട് മാറി. അങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രസംഗം അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കാണ് ഒരു കാരണമായിട്ട് മാറിയത്. അതേസമയം സോക്രട്ടീസിന്റെ ബുദ്ധിശക്തി തന്നെയാണ്. പക്ഷെ ഏറ്റവും പ്രശസ്തനായ പ്രസംഗകനായി മാറിയ ഡെമോസ്തനീസ് പ്രസംഗകനായിട്ട് മാറുന്ന അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ്. അല്ലാതെ അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടല്ല, അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടുണ്ടായത്. സിസറോ എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന് യുക്തിപരമായിട്ടുള്ള കഴിവാണ്. യുക്തിപരമായിട്ട് കാര്യങ്ങൾ ലോജിക്കായിട്ട് അവതരിപ്പിക്കും, ഓർഡറായിട്ട്, ലോജിക്കായിട്ട് കണക്ഷൻ കൂടെ പരസ്പരം ക്രമപ്പെടുത്തി അവതരിപ്പിക്കാനുള്ള കഴിവ്. അതാണ് അദ്ദേഹം സിസറോ എന്ന് പറയുന്ന ആള് വലിയ പ്രസംഗനായിട്ട് മാറാൻ കാരണമായിട്ട് മാറിയത്. യേശുക്രിസ്തുവിന്റെ ലാളിത്യത്തിന്റെ രീതി നമുക്കറിയാം. കഥകളിലൂടെ കഥിക്കുന്ന, സാധാരണ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പ്രസംഗിക്കുന്ന ശൈലി. ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന പ്രശസ്ത സുവിശേഷകൻ, അദ്ദേഹം പ്രസംഗം അവതരിപ്പിക്കുന്നത് ബോധ്യങ്ങളുടെ വെളിച്ചത്തിലാണ്. സുവിശേഷ വചനത്തെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായ ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം ശക്തമായിട്ട്, അദ്ദേഹം തമാശ എന്ന് പറയും, ഇപ്പോഴും ഒത്തിരി നല്ല പ്രസംഗങ്ങൾ അവൈലബിൾ ആണ് ബില്ലി ഗ്രഹാമിന്. എന്ത് ശക്തമായ രീതിയിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. വചനം ശക്തമായി പ്രഘോഷിക്കുന്ന ഒരു പ്രത്യേക ശൈലി അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തു. ആ ലോകം മുഴുവനും ഇപ്പോഴും ആകർഷിക്കുന്ന രീതിയിലായി നിലകൊള്ളുന്നു. മാർട്ടിൻ ലൂതർ കിങ്, വിൻസൻ ചർച്ചില്, നെൽസൺ മണ്ടേല, ഇങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് പ്രസംഗകരുണ്ട്. അവരുടെ എല്ലാ പ്രസംഗത്തിന് ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ്. ഓരോന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെതായ പ്രത്യേകതകൾ വളരെ ശക്തമായിട്ട് നിലകൊള്ളുന്നതായിട്ട് കാണാം. അപ്പൊ അങ്ങനെയുള്ള ശക്തമായ പ്രസംഗങ്ങളിലൂടെ അവര് മഹാന്മാരായിട്ട് മാറും. അപ്പൊ നമ്മൾ ഓർമ്മിക്കുക, സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നെസ്, സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. നല്ല പ്രസംഗരായിട്ട് സം ആർ ബോൺ, ചിലര് പ്രസംഗ ശൈലിയോടുകൂടി ജനിക്കും. മറ്റു ചിലര് അച്ചീവ് ഗ്രേറ്റ്നെസ് ത്രൂ അച്ചീവ് ചെയ്യുന്നതാണ്, നേടിയെടുക്കുന്നതാണ്. അപ്പൊ സം അച്ചീവ് ഗ്രേറ്റ്നെസ്. മറ്റു ചിലരുടെ മേലെ ഞാൻ അടിച്ചേൽപ്പിക്കപ്പെടും.
വന്നു ചേരും. അപ്പൊ നമ്മള് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു സാധാരണ ജീവിതക്രമത്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. സാധാരണ ജീവിതക്രമമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നവര് ഈ മഹാന്മാരും മഹത്വവുമുള്ള പ്രസംഗകരായിട്ട് മാറണമെങ്കിൽ നിരന്തര പ്രയത്നത്തിലൂടെ മാത്രമേ സാധിക്കൂ. അങ്ങനെയുള്ള പ്രയത്നമാണ് വേണ്ടത്. അപ്പൊ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ആ ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രസംഗത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല പ്രസംഗകരായിട്ട് മാറാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, അതൊക്കെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, പ്രസംഗം എഴുതുക. രണ്ടാമത്തത് പ്രസംഗക്കുറിപ്പ് തയ്യാറാക്കുക. പ്രസംഗക്കുറിപ്പ് എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള കാർഡാണ്. ഞാൻ എന്റെ കയ്യിൽ കിട്ടിയ പേപ്പർ ഞാൻ എടുത്ത് മുറിച്ച് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇവിടെ ഉണ്ടായിരുന്ന പേപ്പർ. അപ്പൊ ആ ഒരു പേപ്പർ ഇത് കാർഡായെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. ആ കാർഡ് ഇങ്ങനെ ചെറിയ രീതിയിൽ മുറിച്ചിട്ട് അത് ഇങ്ങനെ കൈയുടെ ഉള്ളിൽ സൂക്ഷിച്ചു വയ്ക്കത്തക്ക പാകത്തിൽ വയ്ക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുന്ന സമയത്ത് ആരെയും അറിയാതെ നമുക്ക് ഒരു പേജ് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. നമ്മൾ ഇത് നോക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനെയുള്ള പ്രസംഗക്കുറിപ്പ് ഉണ്ടാകുക. അതാണ് പ്രസംഗക്കുറിപ്പ് എന്ന് പറയുന്നത്. വേറൊന്ന്, പ്രസംഗം എഴുതപ്പെട്ട രൂപം. അത് വലിയ പേപ്പറിലായിരിക്കും. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രസംഗം എഴുതപ്പെട്ട പേപ്പർ, സാധാരണ പേപ്പർ. രണ്ടാമത്, പ്രസംഗത്തിന്റെ കുറിപ്പ്. ഈ കുറിപ്പിൽ എന്താണ് ചെയ്യേണ്ടത്? കുറിപ്പില് പ്രസംഗിക്കുന്ന ഡേറ്റ്, വിഷയം, നമ്മൾ മറന്നുപോകാൻ സാധ്യതയുള്ള ആളുകളുടെ പേരുകൾ, ഡേറ്റ്സ്, പ്രധാനപ്പെട്ട ആശയം, ഉപാശയം, അത്രയും മാത്രം എഴുതിയാൽ മതി. അല്ലാതെ എല്ലാ പ്രസംഗം നമുക്ക് സ്വന്തമായിട്ട് പറയാൻ കഴിയുന്ന രീതിയിൽ നമ്മളത് ഒരുങ്ങി നിൽക്കുക. എന്നിട്ട് അത് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ആ പേപ്പർ കൊണ്ടുപോകുക. സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറിപ്പ് മാത്രമേ കൊണ്ടുപോകാവൂ. ആ കുറിപ്പിന്റെ കയ്യിലുള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ കഴിയും. അപ്പൊ ഓരോ കുറിപ്പിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് അതിന് കുറിപ്പിന്റെ അടിയിൽ വയ്ക്കാം. ഒരു പേജിൽ മാത്രം എഴുതിയാൽ മതി. ആ പേജിൽ എഴുതുമ്പോൾ നമ്മൾ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതരുത്. ഇവിടെ നിർത്തുക, ഇവിടെ നീട്ടി പറയുക, ഇവിടെ ക്രോഡീകരിക്കുക, അങ്ങനെയൊന്നും എഴുതരുത്. എങ്കിൽ ചിലപ്പോൾ അറിയാതെ നമ്മളത് പറഞ്ഞു, ടെൻഷൻ ആണെങ്കിൽ അതൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ ആശയങ്ങളും ഡേറ്റ്സും പേരുകളും മാത്രമല്ല എഴുതുക. അപ്പൊ അത് എഴുതിയിട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, പ്രധാനപ്പെട്ട ആശയങ്ങൾ, ഹെഡിങ്സ് മാത്രം അങ്ങനെ എഴുതി നമ്മൾ പ്രസംഗക്കുറിപ്പുകൾ തയ്യാറാക്കണം. ആ പ്രസംഗക്കുറിപ്പുകളുമായിട്ടായിരിക്കണം പ്രസംഗിക്കാൻ വേണ്ടി വേദിയിലേക്ക് പോകേണ്ടത്. അല്ലാതെ എഴുതപ്പെട്ട പ്രസംഗം പ്രബന്ധ രൂപത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും പോകരുത്. അത് ബോറാണ്, അത് നമുക്ക് നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസംഗം സ്വാഭാവികമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രസംഗക്കുറിപ്പ് ശേഖരണം നമ്മൾ ഉണ്ടാകണം. അത് നമുക്ക് ഒരു വർഷം പ്രസംഗിക്കാൻ അത് സൂക്ഷിക്കാം. നമുക്ക് അടുത്ത പ്രസംഗിക്കാൻ പോകുമ്പോൾ വീണ്ടും അതൊന്ന് വേണമെങ്കിൽ നവീകരിച്ചെടുക്കാൻ പറ്റും, അപ്ഡേറ്റ് ആക്കാൻ പറ്റും. കാരണം അതിലുള്ള ആശയങ്ങൾ ഒന്ന് മാറ്റിയിട്ട് വേറെ ആക്കാനോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ആക്കാനോ ഡേറ്റിന് വ്യത്യാസം വരുത്താനൊക്കെ നമുക്ക് സാധിക്കും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കാർഡ് സിസ്റ്റം നമ്മൾ രൂപീകരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഏത് വേദിയിലും ധൈര്യത്തോടുകൂടി പ്രസംഗിക്കാൻ കഴിയും. ഇത് ആശ്രയിക്കരുത്, പക്ഷേ ഇത് വേണം. നമുക്ക് ചില സമയത്ത് ഡേറ്റ്സ് ഒന്നും കിട്ടണമെന്നില്ല, ചില സമയത്ത് പേര് കിട്ടണമെന്നില്ല, ചില സമയത്ത് എക്സാക്ട് കൊട്ടേഷൻ കിട്ടണമെന്നില്ല, ബൈബിളോട് ബന്ധപ്പെട്ട വാക്യങ്ങൾ കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എക്സാക്ട് ആയിട്ട് പറയണം. അങ്ങനെ പറയാൻ സഹായിക്കുന്ന കുറിപ്പുകളാണ് പ്രസംഗക്കുറിപ്പുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രസംഗക്കുറിപ്പുകൾ നമ്മൾ പ്രസംഗം ഒരുങ്ങുന്നതോടൊപ്പം ഒരുങ്ങി വയ്ക്കുക. അപ്പൊ ഒരു പ്രസംഗം നമ്മൾ എഴുതി ഒരുങ്ങുമ്പോൾ ഇങ്ങനെയുള്ള പ്രസംഗം ഉണ്ടായിരിക്കണം, പ്രസംഗക്കുറിപ്പ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ, നമ്മൾ അത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഏത് അവസരത്തിലും ആര് വിളിച്ചാലും സധൈര്യം നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറെ ശേഖരണത്തിന് വേണ്ടി ഇപ്പോഴും നമ്മൾ ഒരുങ്ങുക, എപ്പോഴും റെഡി ആയിരിക്കുക, എപ്പോഴും പ്രസംഗിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുക. ദൈവം അവസരങ്ങൾ തരും, ആ അവസരങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. സധൈര്യം അതിലേക്ക് ചാടി വീഴുക. അങ്ങനെ വരികയാണെങ്കിൽ നല്ല നേതാക്കളും നല്ല പ്രസംഗകരായിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല പ്രസംഗകരാകുവാൻ ഉതകുന്ന രീതിയിൽ ഇങ്ങനെ പ്രസംഗം എഴുതി പഠിക്കുക, എഴുതി സ്വന്തമാക്കുക, നിങ്ങളുടെ ശൈലിയിലേക്ക് വരിക. നിങ്ങൾ നല്ല പ്രസംഗകരാകാൻ വേണ്ടി തീർച്ചയായിട്ടും അതിനിടയാകുകയും ചെയ്യും. ഞാനെൻ്റെ നമ്മുടെ അസൈൻമെന്റ് പറയുകയാണ്. ഞാൻ ആലോചിച്ചപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഉള്ള അസൈൻമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പരിശുദ്ധ പിതാവായ ലയോ പിതാവിന്റെ സമാധാന ദൂതൻ എന്നുള്ള ഒരു വിഷയമാണ്. അതാണ് മത്സരം. നമ്മൾ ഒരുങ്ങി അത് 29-ാം തീയതി അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പോഴത്തേക്ക് വേണ്ടി, ഈ ആഴ്ചത്തേക്ക് വേണ്ടിയുള്ള വിഷയം ഇതാണ്: എന്നെ സ്വാധീനിച്ച നല്ലൊരു നേതാവ്. എന്നെ സ്വാധീനിച്ച നല്ലൊരു നേതാവിനെ കുറിച്ച് ഒരു പ്രസംഗം പറയും. നിങ്ങളെ സ്വാധീനിച്ച ഒരുപാട് നേതാക്കന്മാർ കാണും. ചിലപ്പോൾ വിശുദ്ധരായിരിക്കാം, ചിലപ്പോൾ സെക്യുലറായ ലീഡേഴ്സ് ആയിരിക്കാം, ആരോ ആയിക്കൊള്ളട്ടെ. നിങ്ങളെ ആരെങ്കിലും ഒരാൾ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ അയാൾ സ്വാധീനിച്ചതെന്നതിനെ കുറിച്ചൊരു പ്രസംഗം 5 മിനിറ്റ് തയ്യാറാക്കുക. അതല്ലെങ്കിൽ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ അല്പം കൂടെ ഇപ്പൊ ചിന്തിച്ചപ്പോൾ പല പള്ളികളിലും ആദ്യ കുർബാന നടക്കുന്ന സമയമാണ്. അപ്പൊ ആദ്യ കുർബാന സ്വീകരിച്ചവർക്ക് ഒരു ആശംസ അർപ്പിച്ചുകൊണ്ട്, അത് ഏറ്റവും ലളിതമായ ഒരു മാർഗമാണെങ്കിലും എന്തെങ്കിലും പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഇതിൽ ഞാൻ പറയുകയാണ്. അപ്പൊ ആദ്യ കുർബാന എടുത്ത കുട്ടികളെ ആശംസിച്ചുകൊണ്ട് പ്രസംഗം തയ്യാറാക്കുക 5 മിനിറ്റ്. ഇപ്പൊ കുർബാനയെക്കുറിച്ചും ആദ്യ കുർബാനയെക്കുറിച്ചൊക്കെ പറയാൻ പറ്റും.
അപ്പൊ ഇതാണ് രണ്ട് പ്രസംഗ വിഷയം. ഒന്ന് സെക്രട്ടറിയായ വിഷയം ഇതാണ്, നേതാവ്, എന്നെ സ്വാധീനിച്ച ഒരു നേതാവ് എന്തുകൊണ്ട് എന്നെ സ്വാധീനിച്ചു എന്നതിനെ കുറിച്ച് 5 മിനിറ്റ് വരുന്ന ഒരു പ്രസംഗം തയ്യാറാക്കുക. അതല്ലെങ്കിൽ ഒരു ക്രിസ്തീയമായ വിഷയം ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നെ ആദ്യ കുർബാന എടുത്ത നിങ്ങളുടെ കയ്യിൽ 10 കുട്ടികൾ ഇപ്പോൾ ആദ്യ കുർബാന എടുക്കുകയാണ്. ആ ആദ്യ കുർബാന എടുക്കുന്ന കുട്ടികൾക്ക് അവര് കുർബാന കഴിഞ്ഞ ഒരു ആശംസാ സമ്മേളനം നടക്കുകയാണ്. അവർക്ക് ഒരു ആശംസ അർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ BCC യൂണിറ്റിൽ അവർക്ക് ഒരു ആശംസ കൊടുക്കണം. ആ BCCയിൽ അവരെ വിളിച്ച് ആദരിക്കുക. അപ്പോൾ ഒരു പ്രസംഗം പറയും. അപ്പൊ അങ്ങനെ ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു പ്രസംഗം പറയും. അപ്പൊ ഇത് രണ്ടും ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചെയ്യുക. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഈ സെഷൻ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടി പരിശ്രമിക്കും. ചോദ്യം കൊണ്ട് ചോദിക്കും. സംശയങ്ങളുണ്ട്, ചോദിക്കാം. അച്ഛൻ വെയിറ്റിംഗ് ആണ്. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഈ രാഷ്ട്രീയത്തിലുള്ള ഒരു നേതാവിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇയാളെ സ്വാധീനിച്ച നല്ല രാഷ്ട്രീയ നേതാവാണെങ്കിൽ പറഞ്ഞ കുഴപ്പമില്ല. നേതാവ് ആരായിക്കോട്ടെ, നല്ല നേതാവായിരിക്കണതേ ഉള്ളൂ. അപ്പൊ മഹാത്മാഗാന്ധിയൊക്കെ രാഷ്ട്രീയ നേതാക്കളാണ്, അവരെ കുറിച്ച് പറയുന്നത് കുഴപ്പമില്ല. നെഹ്റു അങ്ങനെയുള്ള. ഓക്കെ, പറയാം. നല്ല നേതാവ് ആരാണ്? ഗുണങ്ങളല്ലേ കൂടുതൽ പറയണ്ട, ആളിനെ കുറിച്ച് പറയണമെന്നില്ല. അതിന്റെ ഗുണഗണങ്ങൾ പറയാം. ഓക്കെ. ഓക്കെ, അടുത്ത 11-ാം തീയതിയാണ് നമ്മുടെ ഗ്യാതറിംഗ്. ഇപ്പൊ എല്ലാവരും ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നു. ജോലി സാർ ഓക്കെ അല്ലേ? സ്ഥലമല്ലോ ഓക്കെ അല്ലേ? സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ സെന്റ് ആൽബർട്ട്സ് ആണ് നോക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പോയില്ല. ഞാൻ ഈ ആഴ്ച ഒന്ന് പോയിട്ട് ഓൾറെഡി സംസാരിച്ചു വെച്ചിട്ടുണ്ട്. സെന്റ് ആൽബർട്ട്സ് ആയിരിക്കും മിക്കവാറും. ദൂരെയുള്ള ആളുകൾ ദയവ് ടിക്കറ്റ് ഇപ്പോഴേ ബുക്ക് ചെയ്യാം. നമുക്ക് 11-ാം തീയതിയാണ്. രാവിലെ 9 മണിക്ക് നമ്മുടെ സെഷൻസ് ആരംഭിക്കും. 3:30 കൂടി തീരും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അന്ന് പ്രസന്റ് ആകുക. സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ജൂലി സാർ പറയും. പക്ഷെ നിങ്ങൾ വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എല്ലാവർക്കും പരസ്പരം ഒന്ന് കാണാനും ബന്ധങ്ങൾ പുതുക്കാനും ഒക്കെ സാധിക്കും. പറയൂ. അച്ഛാ, അമ്മേ പ്രസംഗം ഫുൾ ടെക്സ്റ്റ് എഴുതി കൊണ്ടുപോകുന്നതിൽ തെറ്റുണ്ട് അച്ഛാ? എഴുതി കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല, പക്ഷെ ഉപയോഗിക്കുന്നതാണ് തെറ്റ്. അത് നമുക്ക് ഇടക്ക് നോക്കാല. ഇടക്ക് നോക്കാൻ ടെൻഷൻ, അറ്റൻഷൻ പോകും. നമ്മളൊരു 4 പേജിൽ ഒരു 5 മിനിറ്റ് പ്രസംഗം 4 പേജാണെന്ന് വിചാരിക്കും. അപ്പം അപ്പോഴും അവിടെ കിടന്ന് പേപ്പർ അങ്ങോട്ട് തിരിച്ച് മറിച്ച് എവിടെയാണ് കിടക്കുന്നത് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ സമയം അതിനുവേണ്ടി പോകും. അതൊരു ടെൻഷൻ, കാണാതെ വരുമ്പോൾ ടെൻഷൻ കൂടും. ടെൻഷൻ കൂടുമ്പോൾ വീണ്ടും ബഹളമായിരിക്കും പേപ്പർ. ചില ആൾക്കാർ ഞാൻ വിറക്കണുണ്ട് പേപ്പർ വെച്ചിട്ട്. അതുകൊണ്ട് ഇപ്പോഴേ ശ്രദ്ധിക്കുക, പേപ്പർ കൊണ്ടുപോകില്ല. അതിനാണ് ഞാൻ നോട്ട് പറഞ്ഞത്. അത് കയ്യിലിരിക്കുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഡേറ്റ് ഒക്കെ പറഞ്ഞാൽ മറ്റേ കാര്യങ്ങൾ ഓർക്കുന്നത് പറഞ്ഞാൽ മതി, അല്ലാതെ എഴുതി അതുപോലെ പറയണമെന്നില്ല. എഴുതി വെച്ചിരിക്കുന്നത് ഹെൽപ്പ് എന്ന് മാത്രമേ. അപ്പൊ അത് ഒരിക്കലും പ്രശ്നത്തിന് കൊണ്ടുപോകും. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അതിൽ അറിയാതെ ഡിപ്പെൻഡ് ആയി. അങ്ങനെ ഡിപ്പെൻഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശൈലി മാറും. ഓക്കെ, താങ്ക് യു. 13-ാം തീയതിക്ക് മുമ്പ് നമുക്കൊരു വെള്ളിയാഴ്ച ഉണ്ടല്ലോ, അന്ന് ക്ലാസ് വല്ലതും ഉണ്ടോ? അടുത്ത വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ട്. അല്ല, അടുത്തത് 29 അല്ലേ? 29 ഏതാണ്ട്. 8 ക്ലാസ്സോടെ തീരുമല്ലോ, പിന്നെ ക്ലാസ് വേണം. 13-ന് മുമ്പ് ഒരു വെള്ളിയാഴ്ച ഉണ്ട് നമുക്ക് ക്ലാസ്. 12-ാം തീയതി 13 എന്ന് പറയുമ്പോ 11-ാം തീയതി വരുമെന്ന് എനിക്ക് തോന്നുന്നു. 13-ാം തീയതി ഞായറാഴ്ച അല്ലേ? 11 സെക്കൻഡ് സാറ്റർഡേ. 12 7-ാം തീയതി അല്ല 6-ാം തീയതി 5-ാം തീയതി വരും ഒരു വെള്ളിയാഴ്ച. 5-ാം തീയതി ഉണ്ട്. ഉണ്ടല്ലേ? പിന്നെ ഒരു വെള്ളി കൂടെ ഉണ്ട് ഇല്ലേ? അത് 5-ാം തീയതി നടക്കൂടാ. പിന്നെ 5-ാം തീയതി കഴിഞ്ഞ് 12-ാം തീയതി ആയിട്ടുള്ളൂ. ഒരാൾ 5-ാം തീയതി കഴിഞ്ഞ് 12-ാം തീയതിയും കൂടെ ഉണ്ട്. 2 ഫ്രൈഡേ കൂടെ ഉണ്ട് നമുക്ക്. അല്ല, 12-ാം തീയതി വേണ്ട, കാരണം 11-ന് വരേണ്ടതാണല്ലോ. 5-ാം തീയതി എടുക്കാം. 5-ാം തീയതി വെക്കാം. ഓക്കെ.
സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സെഷനിലേക്ക് പോകാവുന്നതാണ്. അച്ഛാ ഒരു കാര്യം ചോദിച്ചോട്ടെ. 29-ാം തീയതി നമ്മള് സമാധാന ദൂതനായ പരിശുദ്ധ പിതാവിനെ കുറിച്ചുള്ള പ്രസംഗം ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ടൈം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. 5 മിനിറ്റുള്ള പ്രസംഗം. അതെ, അതല്ല അച്ഛാ, പിന്നെ എത്ര മണി വരെ എന്നുള്ളത് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ? രാത്രി 9 മണി വരെ. രാത്രി 9 മണി വരെ. അപ്പൊ അതിനുള്ളിൽ എപ്പോ വേണമെങ്കിലും ഇടാവല്ലോ അല്ലേ? വേണ്ട അല്ല, അതിനും പെട്ടാ ശരിയാവില്ല. എങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ആയി. നമുക്ക് 29-ാം തീയതി ആ ദിവസത്തിൽ എത്ര 9 മണിക്ക് അതാണ് ഞാൻ ചോദിച്ചത്. 29-ാം തീയതി ഇപ്പൊ രാവിലെ ഒരു 10 മണി മുതൽ രാത്രി 9 മണി വരെ. അതെ ബുദ്ധിമുട്ടായിപ്പോ. 29 നിങ്ങൾ ഇടുന്ന 29-ാം തീയതി നിങ്ങളുടെ ഒരു ആനിമേറ്ററിന് സെലക്ട് ചെയ്തിട്ട് അവർക്ക് പേഴ്സണലി അയച്ചു കൊടുക്കാനാണ് നമ്മൾ ആനിമേറ്റർ മീറ്റിംഗിൽ തീരുമാനം എടുത്തത്. അപ്പൊ ആനിമേറ്റേഴ്സ് കോൺടാക്ട് ചെയ്യും. അപ്പൊ അവർക്ക് പേഴ്സണലി അയച്ചു കൊടുക്കുക. ഗ്രൂപ്പിലോട്ട് ഇടേണ്ട ആവശ്യമില്ല. അവര് വെച്ചാൽ അത് ഗൂഗിൾ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്ത് തരണോ, അതോ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അതിനകത്ത് ഇട്ടാൽ മതിയോ, എങ്ങനെ വേണം വെച്ചാൽ? ഇല്ല, എനിക്ക് അവസാനം തന്നാൽ മതി. 29-ാം തീയതി എനിക്ക് തന്നാൽ മതി. അത് പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയാലേ വായിക്കാൻ പറ്റുള്ളൂ, കേൾക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണമല്ലോ. ഇന്നലെ പറഞ്ഞതുപോലെ ആനിമേറ്റർമാര് ഓരോ ഗ്രൂപ്പുകളിൽ നിന്നും കളക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഇതിലേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം മിസ്സായതുപോലെ മിസ്സാകാതിരിക്കാൻ. അതെ അത് ആലോചിക്കാം. ആനിമേറ്റർമാർക്ക് കളക്ട് ചെയ്യാം 29-ാം തീയതി. എന്നിട്ട് നമുക്കത് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ക്ലൗഡിലോ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാം. കുഴപ്പമില്ല. ഇതിലോട്ട് പോവാച്ച. ആരും ചോദ്യങ്ങളില്ലെങ്കിൽ MC. ഓക്കെ, താങ്ക് യു സാർ. കേൾവിക്കാരെ ചിന്തിപ്പിക്കാനും അവർക്കൊരു പുതിയൊരു ദിശാബോധം നൽകാനും കഴിയുന്ന വാക്കുകളാണ്. ഒരു പ്രസംഗകൻ ഉണ്ടാകേണ്ടതെന്ന് പ്രസംഗം തയ്യാറാക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വാക്കുകളുടെ മൂല്യങ്ങളെക്കുറിച്ചും വളരെ ലളിതവും ആഴമേറിയതുമായ മാർഗനിർദ്ദേശങ്ങളാണ് അച്ഛൻ ഞങ്ങൾക്ക് നൽകിയത്. അച്ഛൻ്റെ വിലപ്പെട്ട വാക്കുകൾക്ക് ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു അച്ഛാ. ഇപ്പോൾ ഈ മനോഹരമായ പരിപാടിയുടെ സമാപന പ്രസംഗം നടത്തുന്നതിനായി KRLC BC കമ്മീഷൻ അസോസിയേറ്റ് സെക്രട്ടറിയും ആലപ്പുഴ രൂപത BCC സെക്രട്ടറിയും രൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗവും രൂപത കുടുംബ കമ്മീഷൻ അംഗവും മതബോധന അധ്യാപികയുമായ ബഹുമാനപ്പെട്ട ശ്രീമതി ജ്യോതി സോണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛ, ജൂലിയറ്റ് സാർ, സ്നേഹമുള്ള സംഘാടകരെ, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആയിരുന്നു, പക്ഷെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു ഗ്രൂപ്പിൽ വന്നപ്പോഴത്തേക്ക് കറക്റ്റായിട്ടൊക്കെ ചെയ്ത് അസൈൻമെന്റുകളൊക്കെ ചെയ്തു. വേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഗ്രിഗറി അച്ഛന്റെ ക്ലാസ്സിൽ എങ്ങനെ പ്രസംഗിക്കാനായിട്ട് സാധിക്കും, എങ്ങനെയാണ് ഒരു പ്രസംഗം തയ്യാറാവേണ്ടത്, അതായത് A to Z കാര്യങ്ങൾ അച്ഛൻ ഇവിടെ നമുക്ക് പറഞ്ഞു തന്നു. ആദ്യമായിട്ട് നമ്മൾ അതിന് പ്രിപ്പറേഷൻസ്, പോയിന്റ്സ്, ഏത് വേദിയിലാണ് സംസാരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് സംസാരിക്കുക, അതിന്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങി അവസാനം കൺക്ലൂഷൻ വരെ അച്ഛൻ വളരെ വിശദമായിട്ട് തന്നെ ഈ 1 മണിക്കൂറിനകം നമുക്ക് ക്ലാസ് കേൾക്കാനായിട്ട് സാധിച്ചു. അതിലേറെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ അച്ഛന്മാര് വർഷങ്ങളായിട്ട് കുർബാന ചൊല്ലുന്നതാണ് അല്ലേ. അപ്പൊ അവരെന്തിനാ ഈ ബുക്ക് നോക്കി ഈ ചൊല്ലുന്നത്? അവർക്ക് എല്ലാവർക്കും കാണാൻ അറിയാവുന്നതല്ലേ. പക്ഷേ ഈ പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു വാക്ക് പോലും വിട്ടുപോകാതെ കൃത്യതയോടുകൂടി ചൊല്ലാനായിട്ടാണ് ഇങ്ങനെ ബുക്ക് നോക്കി വായിക്കുന്നതെന്ന് ഇപ്പൊ അച്ഛന്റെ പ്രസംഗത്തിൽ മനസ്സിലാക്കിയതാണ്. കാരണം ഒരു പോയിന്റ് പോലും വിട്ടുപോകരുത്. ഇപ്പൊ പ്രസംഗമാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും പോയിന്റ്സുകൾ നഷ്ടപ്പെടാതെ കൃത്യതയോടുകൂടി പറയണം. അപ്പൊ അതുപോലെ തന്നെ സംസാരിക്കുന്ന രീതി, ഫസ്റ്റില് നമ്മളൊരു സന്തോഷ മനോഭാവത്തോടെ ഒരു ഓഡിയൻസിനെ ഒന്ന് കയ്യിലെടുക്കുന്ന രീതിയിൽ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി നമ്മൾ നേടിയെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒപ്പം നെഗറ്റീവ് പറയാതിരിക്കുക. തുടക്കം തന്നെ നെഗറ്റീവ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതികൾ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ള ഒരു ഭാവം, അങ്ങനെയൊക്കെ ചില പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പൊ ഇവിടെ BCC-ലൊക്കെ ആണെങ്കിൽ ക്ലാസ് എടുക്കാൻ വരുന്നതിൽ ചിലരിങ്ങനെ
ഓഡിയൻസിനെ. ഇപ്പൊ സാധാരണക്കാരല്ലേ വന്നിരിക്കുന്നത്, അപ്പൊ അവരോട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിച്ചിട്ട് ഇത് അറിയില്ലേ, ഇതൊന്നും കേട്ടിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. കാരണം നമ്മളവിടെ ചെന്നിരിക്കുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അവരെ കുറച്ച് സമയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. അവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ. അപ്പൊ അതനുസരിച്ച് ഹാപ്പി ആയിട്ട് കാണും, അവരെയും പ്ലീസ് ചെയ്ത് വേണം സംസാരിക്കാനായിട്ട്. ഒരു ലിങ്ക് ഉണ്ടായിരിക്കണം. അപ്പൊ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഒരു ലിങ്ക് ഉണ്ടായിരിക്കണം. ഒരുപാട് ധൃതി പിടിച്ച് പോകരുത്. അച്ഛൻ്റെ പോയിന്റ്സ് ആണ്. ഒരുപാട് ധൃതി അല്ലെങ്കിൽ ഭയം വേണ്ട. അപ്പൊ ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ്, ഹോളി സ്പിരിറ്റ് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും, ധൈര്യപ്പെടുത്തണേ എന്ന്. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഹോളി സ്പിരിറ്റ് നമ്മളെ സഹായിക്കും. എന്ത് ചെയ്യാനാണെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. പിന്നെ എനിക്ക് പിന്നെ ഈ കഥ പറയുക അല്ലെങ്കിൽ പാട്ട് പാടുക, അത് ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ സീരിയസ് ആയിട്ടൊക്കെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു കഥ കയറുക, അല്ലെങ്കിൽ കഥ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവാതിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഈ പാട്ടാണെങ്കിലും ചിലർക്ക് പാടാൻ അറിയാൻ വയ്യാത്തവർ കയറി പാടുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കി നന്നായിട്ട്. അതുപോലെ തന്നെ അമിതമായിട്ട് നാടകീയത, മൈക്കും പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓട്ടം, അപ്പം അതും ഒരു ശരിയായ രീതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ തമാശകളൊക്കെ പറയുന്നതാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് പറയണം. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന തമാശ എനിക്ക് മാത്രം ചിരിച്ചതുകൊണ്ടായില്ലല്ലോ. അപ്പം ആ ഒരു രീതിയിൽ ഇങ്ങനെ അതായത് എല്ലാ മേഖലകളെയും അച്ഛൻ വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കൂട്ടിച്ചേർക്കുന്നത് നമ്മുടെ സുമാർ അഴീക്കോടിന്റെ ഒരു പുസ്തകമുണ്ട്, തത്വമസി. പ്രസന്ന കലയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ്. അപ്പൊ അതൊന്ന് വായിക്കുന്നതും വളരെ നമുക്ക് ഉപകാരപ്രദമായിരിക്കും. അതിനകത്ത് കുറച്ച് കട്ടികൂടിയ വാക്കുകളാണ്. സുമാർ അഴീക്കോടിന്റെ എല്ലാ എഴുത്തും വാക്കുകൾ നമുക്ക് അധികം മനസ്സിലാവുന്ന രീതിയിലല്ല, എങ്കിലും അതൊരു 1-2 പ്രാവശ്യമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും. അപ്പൊ ആ പ്രസംഗ കലയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ബോധ്യം കിട്ടും ആ ഒരു ബുക്ക് വായിച്ചു കഴിയുമ്പോഴത്തേക്ക്. ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെ പ്രസംഗിക്കണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ പറയണം, എങ്ങനെ അവതരിപ്പിക്കണം എന്നൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഗ്രീവച്ചൻ നമുക്ക് പറഞ്ഞു തന്നു. ഒരുപാട് സന്തോഷം വെച്ചാൽ. താങ്ക് യു. താങ്ക് യു മാം. കൃതജ്ഞത നിറഞ്ഞ ഹൃദയമാണ് ഏറ്റവും മനോഹരമായ പ്രാർത്ഥന. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇത്രയും വിജയകരമാക്കി തീർത്ത എല്ലാവർക്കും നന്ദി പറയുന്നതിന് വേണ്ടി ആരോഗ്യരംഗത്ത് ദീർഘകാലം ആത്മാർത്ഥ സേവനം അനുഷ്ഠിച്ച റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലൂസി സൈമനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ലൂസി മാം. ഉണ്ടല്ലോ അല്ലേ, ഗ്രൂപ്പിലുണ്ടല്ലോ, മീറ്റിംഗില് മ്യൂട്ടായിട്ടുണ്ടാവും. ലൂസി സൈമൺ ഉണ്ട്, അൺമ്യൂട്ട് അല്ല. അൺമ്യൂട്ട് ചെയ്യാമോ ലൂസി സൈമൺ? ഓക്കെ, എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കാം. ഈ ഒരു അവസരം ഞങ്ങളുടെ പിന്നെ വോട്ട്സ് ഓഫ് താങ്ക് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിന് എൻ്റെ സ്നേഹപൂർവമായ നന്ദി 13ാം ഗ്രൂപ്പിൻ്റെയും 14ാം ഗ്രൂപ്പിൻ്റെയും പേരിൽ പറയുന്നു. പിന്നെ നമുക്ക് ക്ലാസ് നയിച്ച പബ്ലിക് സ്പീച്ച് നടത്തി തന്ന ഫാദർ ജോർജ് ഗ്രിഗറി അച്ഛനെ കുറിച്ചാണ്. അച്ഛൻ്റെ പ്രസംഗങ്ങൾ വളരെയേറെ ഉപദേശം നിറഞ്ഞതായിരുന്നു. അതിൽ ചില പോയിന്റുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യം അച്ഛൻ പറഞ്ഞത് നമ്മൾക്ക് പുസ്തക ശേഖരണം ഉണ്ടായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. പിന്നെ കുറച്ച് പോയിന്റുകൾ നമുക്ക് പറഞ്ഞു തന്നു. അതിലൊന്ന് സാഹചര്യങ്ങളെ മനസ്സിലാക്കി
വേണം നമ്മൾ പ്രസംഗം നടത്തുവാൻ. 2, ഓഡിയൻസിനെ എത്ര അറിയാമോ അത്രയും മനസ്സിലാക്കി വേണം പ്രസംഗം ചെയ്യാനായിട്ട്. പിന്നീട് പറഞ്ഞത് ടൈം മാനേജ്മെൻറ്റ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 4-മതായിട്ട് ശ്രോതാക്കളുടെ ശ്രദ്ധ പരിഗണിച്ച് വേണം നമ്മൾ പ്രസംഗം തുടർന്നു പോകുവാനായിട്ട്. 5, തിരക്ക് കൂട്ടി നമ്മൾ പ്രസംഗിക്കരുത്. 6, പ്രസംഗത്തെ ആരോഗ്യകരമാക്കുന്ന സന്ദേശങ്ങൾ അടങ്ങുന്ന കഥകൾ പറയാവുന്നതാണ്. തമാശകൾ പറയാം, പക്ഷെ അത് നല്ലതായിരിക്കണം. 8, ആശയം കൃത്യമായിട്ടുള്ളതായിരിക്കണം. ഇത്രയും പോയിന്റുകൾ അച്ഛൻ നമുക്ക് വിശദീകരിച്ച് തന്നു. നല്ലൊരു ക്ലാസ്സാണ് ഗിരിഗറി അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നത്. ഇത്രയും നല്ലൊരു ക്ലാസ് സംഘടിപ്പിച്ച ഫാദർ ഗിരിഗറി RB അച്ഛന് എൻ്റെയും 13, 14 ഗ്രൂപ്പിൻ്റെയും പേരിൽ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തത് സ്വാഗതം ആശംസിച്ച നമ്മളുടെ മോളി ഫ്രാൻസിസ് ആണ്. ശ്രീമതി മോളി ഫ്രാൻസിസിനും എൻ്റെയും 13, 14 ഗ്രൂപ്പുകളിലെ അംഗങ്ങളുടെയും പേരിൽ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ മാസ്റ്റർ ഓഫ് സെറമണി ചെയ്ത ശ്രീമതി സുനിത, അദ്ദേഹത്തിനും എൻ്റെയും 13, 14 ഗ്രൂപ്പിൻ്റെയും പേരിൽ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഉപസംക്രമണം, അതായത് കൺക്ലൂഡിംഗ് സ്പീച്ച് നടത്തിയ ശ്രീമതി ജ്യോതി സോണിക്ക് എൻ്റെയും 13, 14 ഗ്രൂപ്പിൻ്റെയും പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. ക്ലോസിംഗ് പ്രെയർ ചെയ്ത ശ്രീമതി ലിഫി അജിത്തിനും എൻ്റെ പേരിലും 13, 14 ഗ്രൂപ്പിൻ്റെയും പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. ഇവിടെ സ്വാഗതം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിൽ ആദ്യം ഉൾപ്പെടുത്തിയില്ല, അതിപ്പോഴാണ് പറയുന്നത്. കൂടാതെ അഭിലാഷ് ഗിരിഗറി അച്ഛൻ, സ്റ്റീഫൻ ആദപ്പള്ളി, ശ്രീമാൻ ജൂലിയൻ സാറ്, ആനിമേറ്റർമാർ, വൈദികർ മുതലായി ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ നന്ദി വാചകം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൃത്യമായി നന്ദി രേഖപ്പെടുത്തിയ മാഡത്തിന് നന്ദി പറയുന്നു. താങ്ക് യു മാം. നമ്മുടെ ഈ നല്ല കൂട്ടായ്മയ്ക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് സമാപന പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. സമാപന പ്രാർത്ഥനയ്ക്കായി വരാപ്പുഴ രൂപത അംഗവും ഗ്രൂപ്പ് 13-ലെ 6 അസൈൻമെന്റുകളും കൃത്യമായി പൂർത്തിയാക്കിയ ലൈഫി മാഡത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ ഞങ്ങളുടെ കർത്തൃക്കളിൽ നിന്നും ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിൽ സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും അവിടെ ഹൃദയം തുറന്ന് നന്ദി പറയുന്നു. ഓ കരുണയുടെ വറ്റാത്ത ഉറവയെ, ഞങ്ങളുടെ ഈ പ്രസംഗ പരിശീലന പ്രോഗ്രാമിനെയും ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് നയിച്ചുകൊണ്ടിരിക്കുന്ന ഗിരിഗറി അച്ഛനെയും അങ്ങേ ദിവ്യ സംരക്ഷണത്തിനായി ഭരമേൽപ്പിക്കുന്നു. അച്ഛൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും അങ്ങ് താങ്ങായി എപ്പോഴും ഉണ്ടാകണമേ. ഈ പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടി യത്നിക്കുന്ന എല്ലാ സുമനസ്സുകളെയും ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. അവരിലേക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹവും സംരക്ഷണവും പ്രദാനം ചെയ്യണമേ. പ്രസംഗ പരിശീലനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ദൈവമേ അങ്ങേ വരദാന ഫലങ്ങളാൽ നിറച്ച് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ആമേൻ. താങ്ക് യു മാം. സമാപന ആശീർവാദത്തിനായി ഗ്രെഗറി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. ഉണ്ടെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കണം. പറഞ്ഞു. എന്തായിരുന്നു? ആരാ പറഞ്ഞ? എന്താ പറഞ്ഞു? ഒന്നുമില്ല അച്ഛാ, ഞാൻ പറഞ്ഞ ഇനി നിർദ്ദേശം ഏതെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പ്രേയറിലേക്ക് പോകാന്ന് പറഞ്ഞു. സോറി അച്ഛാ.
ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോഴും ഓഡിയോ ചെയ്യുന്ന പല ഗ്രൂപ്പുകളും കാണുന്നുണ്ട്. വീഡിയോ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാമോ? പലരും ചിലർ ഓഡിയോ മാത്രം ഇടുന്നുണ്ട്. എന്താണ് അച്ഛൻ്റെ ഒരു അഭിപ്രായം? നമ്മള് പറഞ്ഞത് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ശരിയായ രീതിയിൽ പ്രസംഗത്തെ വിലയിരുത്താൻ പറ്റുള്ളൂ. നമുക്ക് ഈ മുഖഭാവം നോക്കിയും ശബ്ദത്തിന്റെ വ്യത്യാസമൊക്കെ നോക്കിയും ശരിയായ രീതിയിൽ വിലയിരുത്തണമെങ്കിൽ നമുക്ക് വീഡിയോ രൂപത്തിൽ പ്രസന്റ് ചെയ്യണം. ആദ്യകാലങ്ങളിൽ നമ്മൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞു, പക്ഷെ അവസാന ദിവസങ്ങളെങ്കിലൊക്കെ വന്ന് വീഡിയോ രൂപത്തിലാക്കുക. എളുപ്പമുള്ള കാര്യമാണ്, അത്ര പ്രയാസമുള്ള കാര്യമല്ല. അതിന്റെ രീതി അറിഞ്ഞണമെങ്കിൽ ബന്ധപ്പെട്ടവർ പറഞ്ഞുതരും. ഒരിക്കലും ക്ലാസ് യൂനിവേഴ്സ് എടുത്തതാണ്. നമുക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ അതിന് പറഞ്ഞുതരും. ഇനിയുള്ള ദിവസങ്ങളിൽ അത് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവസാനമെങ്കിലും. ഓക്കെ, ഫാദർ, എന്റെ ഒരു ഗ്രൂപ്പില് ഓഡിയോ ഇടുന്നത് മൊബൈലില് വീഡിയോ പിന്നെ ക്യാമറ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. അന്നേരം നമുക്ക് അവരുടെ അടുത്ത് എന്തോ പറയാൻ പറ്റും? ഓക്കെ, അതൊരു എക്സെപ്ഷൻ കേസില്ല. അത് എല്ലാവർക്കും ചെയ്യണമെന്നില്ല. ഒരാൾക്ക് അങ്ങനെ വന്നാലും കുഴപ്പമില്ല. എല്ലാവരുടെയും ക്യാമറ അങ്ങനെ മോശമാവില്ലല്ലോ അല്ലേ? ഒരാളങ്ങനെ വന്നത് വിചാരിച്ച് അങ്ങനെയുള്ള കുഴപ്പമില്ല. ഇതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്നത് വീഡിയോ ആണ്. ഇനിയിപ്പോ അങ്ങനെ ക്യാമറയുടെ പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അന്നെങ്കിൽ നമ്മൾ ഓക്കെ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പ്രിഫർ ചെയ്യുന്നതാണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി. ശരി, നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയോടുകൂടെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. Good night. Good night. Good night. Good night.